വിവാഹം ഒരു ഉടമ്പടിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവാഹത്തെക്കുറിച്ച് നാം പഠിക്കുന്നത് പഴയ നിയമത്തിൽ യഹോവയും ഇസ്രയേലും തമ്മിലുള്ള വിശ്വസ്തതയുടെ ഉടമ്പടി, പുതിയ നിയമത്തിൽ യേശുവും സഭയും തമ്മിലുള്ള ബന്ധം, ഇതുമായിട്ട് താരതമ്യം ചെയ്താണ് വിവാഹം ഉടമ്പടിയാണെന്ന് പറയുന്നത്. അതിന് ഉപോത്ബലമാകുന്ന പല വചനങ്ങളും നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയുന്നത്, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല തുടങ്ങിയ വചനങ്ങൾ നാം വായിക്കുന്നതാണ്. പൗലോസ്ലീഹ പറയുന്ന വിവാഹത്തെ ക്രിസ്തുവിന്റെ രക്ഷാകര സ്നേഹവും സഭയുടെ ക്രിസ്തുവിനുള്ള വിശ്വസ്തയും തമ്മിലുള്ള ബന്ധത്തോടാണ് താരതമ്യം ചെയ്യുന്നത്. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5:24-25 നാം വായിക്കുന്നുണ്ട്, സഭ ക്രിസ്തുവിന് വിധേയായിരുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അതേസമയം ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പൊ ഇത് വിവാഹവേളയിൽ പലപ്പോഴും വായിക്കുന്ന വചനഭാഗമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര വിധേയത്വം, പരസ്പരം കേൾക്കാനുള്ള സന്നദ്ധത, പരസ്പരം ചർച്ച ചെയ്യാനുള്ള സന്നദ്ധ, സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാനുള്ള സന്നദ്ധ. വിവാഹ സമയത്ത് അച്ഛന്മാര് 3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് മനസ്സമ്മതം കൊടുക്കുന്നതിന് മുമ്പ്. അതിലൊരു ചോദ്യമാണ്, നിങ്ങൾ ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാൻ സന്നദ്ധരാണോ? സ്നേഹവും ബഹുമാനവും, പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും വിവാഹത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്ന ഒന്നാമതായിട്ട് ഉടമ്പടിയാണ്, ഒരിക്കലും വേർപെടുത്താനാവാത്ത സ്നേഹബന്ധമാണത്. അതേസമയം തന്നെ അതൊരു കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൽ വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം അത് ഒരു കോൺട്രാക്റ്റും കൂടിയാണ്. സിവിൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷണം ലഭിക്കണമെങ്കിൽ സിവിൽ രജിസ്ട്രേഷനും ആവശ്യമാണ്. ഇനി വിവാഹം ഉടമ്പടിയാണെന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒന്നാമത്തേത്, വിവാഹം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് കത്തോലിക്കാ സഭയുടെ പ്രബോധനം. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അതായത് വിവാഹത്തിലെ ഏകത്വം, ഒരു ഭർത്താവ് ഒരു ഭാര്യ. അതുപോലെ തന്നെയാണ് ഒരു ഭർത്താവ് ഒരു ഭാര്യയുമായി ജീവിതകാലം, മരണം നമ്മെ വേർപെടുത്തും വരെ ഒരുമിച്ച് ജീവിക്കുക. നമ്മൾ ഇംഗ്ലീഷില് ഇൻഡിസൊല്യൂബിലിറ്റി എന്ന് പറയും, വേർപെടുത്താനാവാത്ത ബന്ധം. ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതിൽ ചില വിലക്കപ്പെട്ട ബന്ധങ്ങളുണ്ട്. അതായത് വ്യഭിചാരം, വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ. 2 സ്വവർഗഭോഗം. 3 ബഹുഭാര്യത്വം, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവുക. ബഹുഭർത്തൃത്വം, ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാവുക. സ്വതന്ത്ര ബന്ധങ്ങൾ, വിവാഹം കഴിക്കാതെ, ഇന്ന് യൂറോപ്പിലെ കാണുന്നത് പോലെ കഴിക്കാതെ ഇങ്ങനെ സുഹൃത്തുക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുക. വിവാഹമോചനം. അപ്പോ പുരുഷനും സ്ത്രീയും ദേവാലയത്തിൽ വെച്ച് കർത്താവിന്റെ നാമത്തിൽ ഒന്നുചേരുന്ന ബന്ധം ഒരിക്കലും വേർപെടുത്താനാവാത്ത ബന്ധമായിട്ട് മരണം വരെ സന്തോഷത്തോടും സമാധാനത്തോടും ഒരുമിച്ച് എല്ലാ വെല്ലുവിളികളും നേരിട്ട് അവസാനം വരെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് സഭ. അപ്രകാരമുള്ള ബന്ധമാണ് സഭ ലക്ഷ്യം വെക്കുന്നത്. രണ്ടാമതായിട്ട് ജീവിതാന്ത്യം വരെയുള്ള ദാമ്പത്യ ജീവിതമാണ്. ജീവിതാന്ത്യം വരെയുള്ള ദാമ്പത്യ ജീവിതമാണ്. വിവാഹ ജീവിതം മരണം വരെയുള്ള ഒരുമിച്ചുള്ള ജീവിതമാണ്. അതായത് നമ്മൾ വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പറയും, നിങ്ങളിപ്പോൾ വലതുകരം ചേർത്ത് പിടിച്ച് നിങ്ങളുടെ സമ്മതം പ്രകടമാക്കുക. അതാണ് യഥാർത്ഥത്തിൽ മനസ്സമ്മതം എന്ന് പറയുന്നത്. ഒരു വിവാഹ കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനസ്സമ്മതം. അവിടെയാണ് ഭർത്താവ് ഭാര്യയെ നോക്കി, ഞാൻ നിന്നെ എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു, സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം നമ്മെ വേർപെടുത്തും വരെ ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നെന്ന് ഏറ്റുപറയുന്നത്. അതുപോലെ തിരിച്ചും ഭാര്യ അതുപോലെ തന്നെ പറയുന്നു. ഉൽപ്പത്തി 2:24 വായിക്കുന്നുണ്ട്, പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. മത്തായി 19:6 വായിക്കുന്നുണ്ട്, പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായി തീരും. അപ്പൊ മരണം വരെ ഒരുമിച്ച് ജീവിക്കാനുള്ള ജീവിതത്തെയാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നതും സഭ ലക്ഷ്യം വയ്ക്കുന്നതും. ഇനി എന്താണ് ഇപ്പോ വിവാഹം കഴിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം ചെയ്യുന്നത്? ഇന്നൊരു നമുക്കറിയാം, പല വീടുകളിലും ചെല്ലുമ്പോൾ പരാതിയാണ്, മക്കൾ വിദേശത്താണ്, അല്ലെങ്കിൽ മക്കൾക്ക്
25 വയസ്സായി, 30 വയസ്സായി, 35 വയസ്സായി വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള താല്പര്യമില്ല. ഇതാണ് ഇന്ന് പല മാതാപിതാക്കളുടെയും ഒരു ആകുലതയെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്. സഭ പറയുന്നത് ത്രിവിധ ലക്ഷ്യം, 3 ലക്ഷ്യങ്ങളാണ് വിവാഹത്തിനുള്ളത്. ഒന്നാമത്തേത് ദമ്പതികളുടെ നന്മ, ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുക. ശാരീരികവും വൈകാരികവും ബൗദ്ധികവും ആത്മീയവും മാനസികവുമായ നന്മ. എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് സഭ ആഗ്രഹിക്കുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ജനിക്കാറില്ല ചില ദമ്പതികൾക്ക്. പക്ഷേ കുഞ്ഞുങ്ങൾ ജനിച്ചില്ലെങ്കിൽ പോലും വിവാഹത്തിന്റെ അർത്ഥവും അതിൻ്റെ ലക്ഷ്യവും നിലനിൽക്കുന്നു. അപ്രകാരമുള്ള വിവാഹത്തിൽ പോലും ഭാര്യയും ഭർത്താവും അവര് സന്തോഷത്തോടെ ജീവിക്കുക, അവര് പരസ്പരം ശുദ്ധീകരിച്ച് പരസ്പര ആത്മരക്ഷയ്ക്ക് ഉതകും വിധം ശക്തിപ്പെടുത്തി പരസ്പര നന്മയിൽ ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യുൽപാദനം, കുഞ്ഞുങ്ങൾക്ക് ജനനം നൽകുക. അപ്പോ അച്ഛന്മാര് വിവാഹ സമയത്ത് പ്രത്യേകമായിട്ട് ആശീർവാദത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. തലമുറകൾ, ഈ ദമ്പതികളിൽ നിന്ന് തലമുറകൾ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹവും വൈവാഹിക സ്നേഹവും സ്വഭാവത്താൽ തന്നെ സന്താനോൽപാദനത്തിനും സന്താനങ്ങളെ വളർത്തുന്നതിനും വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുക, ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള തുറവി ഉണ്ടായിരിക്കുക, കൃത്രിമ മാർഗങ്ങളിലൂടെ കുഞ്ഞുങ്ങളുടെ ജനനം തടസ്സപ്പെടുത്താതിരിക്കുക, ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു വിധത്തിലും കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണത്. മൂന്നാമത്തേത് മക്കളുടെ പരിശീലനം. മക്കൾ വളരാനുള്ള എല്ലാ രീതിയിലും അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ വളരെ സമഗ്ര പരിശീലനം നൽകുക പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യജീവൻ പകർന്നു കൊടുക്കുകയും മക്കൾക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്ന ജോലിയിൽ തങ്ങൾ സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സഹകാരികളാണെന്ന് മനസ്സിലാക്കണം. സൃഷ്ടികർമ്മം, സൃഷ്ടി നൽകിയ ദൈവത്തിന്റെ കർമ്മമാണ്. ആദിയിൽ ദൈവമാണ് ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. ഇന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലാണ് ഭാര്യയും ഭർത്താവും പങ്കുചേരുന്നത്. ദൈവം ഏൽപ്പിച്ച പദ്ധതിയാണ് അവരിലൂടെ പൂർത്തിയാകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മനസ്സമ്മതം എന്ന് പറയുന്നത്. പിൻവലിക്കാനാവാത്ത മനസ്സമ്മതമാണ്. അപ്പൊ മനസ്സമ്മതം പരസ്പരം നൽകുകയും സ്വീകരിക്കുകയും, മനസ്സമ്മതം വലതുകരം ചേർത്ത് പിടിച്ച് മനസ്സമ്മതം നൽകുമ്പോൾ പരസ്പരം ഭർത്താവ് ഭാര്യയെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു, ഭാര്യ ഭർത്താവിനെ തന്റെ ജീവിതത്തിൽ സ്വന്തമായി സ്വീകരിക്കുന്നു. പരസ്പരം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ബന്ധമാണ്, ഒരിക്കലും പിൻവലിക്കാത്ത രീതിയിലുള്ള സ്നേഹത്തിന്റെ ബന്ധമാണ് മനസ്സമ്മതത്തിലൂടെ അവിടെ ഉടലെടുക്കുന്നത്. ഇനി മറ്റൊന്ന്, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വിശ്വാസം ഇതാണ്: വിവാഹം എന്നത് ക്രിസ്തു സ്ഥാപിച്ച കൂദാശയാണ്. എന്താണ് കൂദാശ എന്ന് പറയുന്നത്? നമ്മുടെ മതബോധന അധ്യാപകരാണ് കൂടുതലും പങ്കെടുക്കുന്നത്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. കൂദാശ എന്ന് പറയുന്നത് കാണപ്പെടാത്ത ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ തൊട്ടനുഭവിക്കുന്ന അടയാളമാണ് കൂദാശ. ഏത് കൂദാശയാണെങ്കിലും ദൈവത്തിന്റെ കാണപ്പെടാത്ത കൃപാവരം, കാണപ്പെടാനാവാത്ത സ്നേഹം തൊട്ടനുഭവിക്കുന്ന അടയാളമാണ് കൂദാശ. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനത് പറയുന്നത്. എഫേസ്യർ 5:32. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മത്തായി 19:6. സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതൽ വിവാഹം കൂദാശയായി ആദ്യം മുതൽ തന്നെ ഇത് കൂദാശയായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഫ്ലോറൻസ് കൗൺസിൽ ആണ് 1439 ഫ്ലോറൻസ് കൗൺസിൽ പറഞ്ഞു ഇത് 7ാമത്തെ കൂദാശ വിവാഹമാണ്. പിന്നീട് 1545 മുതൽ 1563 നടന്ന ത്രന്തോ സൂനകദോസിൽ വീണ്ടും സ്ഥിരീകരിച്ചു വിവാഹം എന്നത് കൂദാശയാണ്. അപ്പോൾ കത്തോലിക്കാ സഭയിൽ 7 കൂദാശകളുണ്ട്. അതിൽ 7ാമത്തെ കൂദാശയാണ് വിവാഹം. അപ്പോ ക്രിസ്തു സ്ഥാപിച്ചതാണ്, ക്രിസ്തുവിന്റെ പ്രത്യേകമായിട്ടുള്ള പരിരക്ഷയുള്ളതാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ഇനി ആരുടെ വിവാഹമാണ് കൂദാശ എന്ന് പറയാൻ സാധിക്കുന്നത്? നമ്മൾ ഹൈന്ദവ സഹോദര വിവാഹമുണ്ട്, മുസ്ലിം അതുപോലെ തന്നെ മറ്റ് സഭാ സമൂഹങ്ങളിൽ വിവാഹം നടത്തുന്നുണ്ട്. ഏത്
വിവാഹമാണ് കൂദാശ എന്ന് പറയാൻ സാധിക്കുന്നത്. അതായത് കൂദാശ എന്ന് പറയുന്നത് ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ തമ്മിലുള്ള വിവാഹമാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ തമ്മിലുള്ള വിവാഹമാണ്. അപ്പൊ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 24 സഭകളിലുള്ളവർ മാത്രമല്ല, മറ്റു പല സഭകളിലും ജ്ഞാനസ്നാനമുണ്ട്. യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, ചില പ്രൊട്ടസ്റ്റന്റ് സഭകൾ, അവിടെയൊക്കെ ജ്ഞാനസ്നാനമുണ്ട്. സാധുവായ ജ്ഞാനസ്നാനം സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹത്തിന് കൂദാശ എന്ന് വിളിക്കാൻ സാധിക്കും. എന്താണ് സാധുവായ ജ്ഞാനസ്നാനം? സാധുവായ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഈ ജ്ഞാനസ്നാനത്തിന് ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ചും ത്രിത്വൈക നാമത്തിൽ ഈ കുദാശ വചനങ്ങൾ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു, വെള്ളം ഉപയോഗിച്ച് ത്രിത്വൈക നാമത്തിൽ ജ്ഞാനസ്നാനം നടത്തുന്ന ഏത് സഭയിലും ജ്ഞാനസ്നാനം കുദാശയാണ്. ആരെങ്കിലും കൈ ഉയർത്തുന്നുണ്ടോ? എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ടാണോ? എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടാണോ? അപ്പോൾ നമ്മൾ കത്തോലിക്ക സഭ വളരെ വിശാലമായിട്ടാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. കത്തോലിക്ക 24 സഭകളിലുമുള്ള വിവാഹം ജ്ഞാനസ്നാനം സാധുവാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള വിവാഹം കൂദാശയാണ്. അത് കൂടാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള യാക്കോബായ സഭകള്, ഓർത്തഡോക്സ് സഭകള്, മർത്തോമാ സഭ, ചില പ്രൊട്ടസ്റ്റന്റ് സഭകള്, അവിടെയൊക്കെ ജ്ഞാനസ്നാനം സാധുവായിട്ട് സ്വീകരിച്ചാണെങ്കിൽ അവരുടെയൊക്കെ വിവാഹം നമ്മൾ കൂദാശ എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ കൗദാശികമല്ലാത്ത വിവാഹങ്ങളാണ് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം, ഇസ്ലാം സഹോദരൻ തമ്മിലുള്ള വിവാഹം, മറ്റു മതസ്ഥർ, അതുപോലെ കത്തോലിക്കരും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലാത്തവരുമായുള്ള വിവാഹങ്ങൾ, ഇതൊക്കെ കൗദാശികം അല്ല. പക്ഷെ കൗദാശികം അല്ലെങ്കിൽ പോലും നമ്മൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹങ്ങളൊക്കെ ദൈവീകമാണ്. ഈ വിവാഹങ്ങളും ഒക്കെ വേർപെടുത്താനാവാത്തതാണ്. ഇപ്പൊ 2 ഹൈന്ദവ സഹോദരങ്ങൾ തമ്മിൽ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു, അതും പരിശുദ്ധമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. 2 ഇസ്ലാം പുരുഷനും സ്ത്രീയും അവരുടേതായ വിവാഹം കഴിച്ചു, അതും വേർപെടുത്താനാവാത്ത വിശുദ്ധമായ ബന്ധമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് കുദാശ നമ്മൾ വിളിക്കാറില്ല. ഇനി ഇതിനൊക്കെ മറ്റൊരു ഇതാണ് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകത്വവും അവിഭാജ്യതയും. ഞാനത് ഏകത്വം എന്ന് പറഞ്ഞു. നമ്മുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹമാണ്, മരണം വരെ വേർപെടുത്താനാവാത്ത വിവാഹമാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, മറ്റു ചില മതങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ തലാഖ് എന്ന് 3 മുത്തലാഖ് പറഞ്ഞാൽ ഭാര്യയെ ഉപേക്ഷിക്കാം, അല്ല ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ ആകാം എന്നുള്ള ചില സംസ്കാരങ്ങളൊക്കെ പക്ഷെ മുമ്പ് നമ്മുടെ ഈ ഭാരതത്തിലുണ്ടായിരുന്നു, ഇപ്പൊ ചില സംസ്കാരങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ കത്തോലിക്കാസ് വളരെ കാർക്കശ്യത്തോട് പറയുന്നതാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ, അതുപോലെ മരണം വരെ വേർപെടുത്താനാവാത്ത ബന്ധമാണ് കത്തോലിക്ക സഭയിലെ വിവാഹം എന്ന് പറയുന്നു. വിവാഹത്തിനെ കുറിച്ചുള്ള സങ്കല്പം അതാണ്. ഒരു വിവാഹ കർമ്മത്തിലെ നമ്മൾ സാധാരണ കുർബാന മധ്യയാണ് വിവാഹം നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാലോ, നമ്മളൊരു കുർബാന മധ്യ വിവാഹം നടത്തുമ്പോൾ 2 കൂദാശകൾ അവിടെ പരികർമ്മം ചെയ്യപ്പെടുന്നത്. ഒന്ന് പരിശുദ്ധ കുർബാന, 2 അവിടെ തന്നെ വിവാഹം എന്ന കൂദാശ. ഈ വിവാഹം കുർബാന മധ്യേ നമ്മൾ അച്ഛൻ സുവിശേഷം വായിച്ച് ഇതിനുശേഷം പ്രസംഗമുണ്ട്. പ്രസംഗത്തിന് ശേഷമായിരിക്കും വരനും വധുവും മുന്നോട്ട് വരാൻ പറയുന്നു. അതുപോലെ തന്നെ സാക്ഷികളെ മുന്നോട്ട് വരാൻ പറയുന്നു. കാർമികൻ മുന്നോട്ട് വന്ന് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെയാണ് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്നത്. അപ്പൊ അതാണ് ഒരു വിവാഹത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്, പരസ്പരമുള്ള സമ്മതം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ വരനും വധുവുമാണ്. അവരാണ് കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ലത്തീൻ സഭയുടെ കർമ്മം അനുസരിച്ച് വിവാഹത്തിന്റെ കാർമ്മികരെന്ന് തന്നെ പറയുന്നത് പുരുഷനും സ്ത്രീയുമാണ്. കാരണം അവരാണ് ഈ കൂദാശ, ഞാൻ നിന്നെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു, ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു, അതാണ് കൂദാശ വചനങ്ങൾ. ഈ കൂദാശ വചനം ഉച്ചരിക്കുന്നത് വരനും വധുവുമാണ്. അതുകൊണ്ട് വരനും വധുവും തന്നെയാണ് ഈ വിവാഹത്തിന്റെ കാർമ്മികരെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഇനി വിവാഹ സമ്മതക്രമം ഞാനതൊന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഞാനത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടുതരാം ഈ നോട്ട്സ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വരൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതിൽ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വധുവും അതുപോലെ തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ
ഭർത്താവായി സ്വീകരിക്കുന്നു. തുടർന്നുള്ള വാക്കുകൾ അതുപോലെ ആവർത്തിക്കുന്നു. ഈ വിവാഹ ബന്ധത്തിന്റെ ചില പ്രതീകങ്ങളുണ്ട്. പ്രതീകങ്ങൾ, പ്രധാനപ്പെട്ട 3 പ്രതീകങ്ങളാണ് താലി, മോതിരം, മന്ത്രകോടി. താലി, മോതിരം, മന്ത്രകോടി. താലി മിക്കവാറും നമ്മുടെ എല്ലാ വിവാഹങ്ങളിലും താലികെട്ട്, അത് പിന്നെ നമ്മൾ മാത്രമല്ല മറ്റ് മതങ്ങളിലുമൊക്കെ ഉള്ള ഒരു കർമ്മമാണ് താലികെട്ട്. പല രീതിയിലാണ്. അപ്പൊ ഭാരതീയ സംസ്കാരത്തിൽ വരൻ വധുവിനെ താലി അണിയിക്കുന്നു. മംഗളസൂത്ര, താലി, മിന്ന് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇത് ഭർത്താവിന് ഭാര്യയുള്ള ആദരവ്, സ്നേഹം, മഹത്വം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഭർത്താവിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും അത് സൂചിപ്പിക്കുന്നുണ്ട്. മോതിരം സൂചിപ്പിക്കുന്ന വിവാഹ ബന്ധത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം, ആദരവ്, വിശ്വസ്തത, പരസ്പരമുള്ള അവരുടെ വേർപെടുത്താനാവാത്ത ബന്ധത്തിന്റെ അടയാളമാണ് മോതിരം. സാധാരണ വൃത്താകൃതിയുള്ള മോതിരമാണ് വിവാഹത്തിന് ഉപയോഗിക്കുന്നത്. മോതിര വിരലിലാണ് മോതിരം അണിയിക്കുന്നത്. കാരണം ഈജിപ്തുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നത് ഈ മോതിര വിരലിൽ നിന്നൊരു ഞരമ്പ് ഹൃദയത്തിലേക്കുണ്ട്. അതുകൊണ്ട് ഇത് സ്നേഹത്തിന്റെ ഞരമ്പെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ വിവാഹമോതിരം എപ്പോഴും ധരിക്കുന്നത് മോതിര വിരലിലാണ്. ഇനി മന്ത്രകോടി കേരളത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ് മന്ത്രകോടി. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യമാണ് വധുവിനെ മന്ത്രകോടി അണിയിക്കുന്നത്. മന്ത്ര എന്ന വാക്കിന്റെ അർത്ഥം ആശീർവാദം, കോടി എന്ന് വെച്ചാൽ പുതുവസ്ത്രം. അപ്പൊ ആശീർവദിച്ച പുതുവസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഭർത്താവിന്റെ ആദ്യ വിവാഹ സമ്മാനമാണ്, ഔദ്യോഗികമായിട്ട് ദേവാലയത്തിൽ വെച്ചുള്ള സമ്മാനമാണ്. ഭർത്താവിന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടയാളമാണ്. അപ്പോൾ വധു മുട്ടുകുത്താൻ പറയും. അച്ഛൻ മന്ത്രകോടി എടുത്ത് വരന്റെ കയ്യിൽ കൊടുക്കും. വരൻ അത് വധുവിന്റെ ശിരസിൽ അണിയിക്കും. എഫേസസ് 5:27 പറയുന്നുണ്ട്, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവർ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഭാര്യയെ പരിപൂർണമായിട്ട് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് അടയാളമാണ് ഈ പട്ട് പുതപ്പിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇതാണ് ഈ 3 അടയാളങ്ങൾ: താലി, മോതിരം, മന്ത്രകോടി. ഇനി നമ്മുടെ വിവാഹത്തിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ് വിവാഹത്തിന് മുൻപുള്ള വിവാഹ വാഗ്ദാനം. അതിനിപ്പോ മനസ്സമ്മതം എന്ന് പറയാറുണ്ട്, എൻഗേജ്മെന്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ വിവാഹത്തിനുള്ള ഒരു ഒരുക്കമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു, ഞങ്ങൾ സമ്മതമാണെന്ന് ജനമധ്യത്തിൽ ഏറ്റുപറയുന്ന ഒരു ചടങ്ങാണ് വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ മനസ്സമ്മതം, എൻഗേജ്മെന്റ്. അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അത് ഓരോ സംസ്കാരത്തിലും പല രീതിയിലാണ്. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞ്, മനസ്സമ്മതം കഴിഞ്ഞ് ആരെങ്കിലും പിൻവാങ്ങുകയാണെങ്കിൽ, ഇനി ഞങ്ങൾ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുത്തതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള, സാമ്പത്തികമാണെങ്കിലും സ്വർണമാണെങ്കിലും ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം വധുവരന്മാർക്കുണ്ട്. ഇനി 5ാമത്തെ ഒരു പോയിന്റ് ആണ് വിവാഹത്തിനായുള്ള ഒരുക്കം. ഒരുപക്ഷെ നമ്മുടെ മക്കൾ വിവാഹത്തിന് ഒരുങ്ങുന്നുണ്ടാകാം, നമ്മുടെ ബന്ധുക്കൾ ഒരുങ്ങുന്നുണ്ടാകാം, നമ്മളെ പഠിപ്പിക്കുന്ന ചില കുട്ടികൾ വിവാഹത്തിന് ഒരുങ്ങുന്നുണ്ടാകാം. എന്താണ് നമ്മുടെ സഭയുടെ അനുസരിച്ച് വിവാഹത്തിന് എപ്രകാരമാണ് ഒരുങ്ങേണ്ടത്? നമുക്കറിയാം, ഞാനിപ്പോൾ സെമിനാരിയിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. ഈ ആലുവ കർമ്മഗിരി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. എത്രയോ വർഷം, 10-13 വർഷം അവർ പഠിച്ചിട്ടാണ് അവർ പുരോഹിതരായിട്ട് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ വിവാഹം എന്ന കൂദാശയ്ക്കും അതിൻ്റെതായ ഒരുക്കം ആവശ്യമാണ്. അത് പല തലങ്ങളിലാണ് ഇതിന്റെ ഒരുക്കം. കുടുംബജീവിതത്തിൽ മാതാപിതാക്കളുടെ ജീവിതം തന്നെയാണ് അവരുടെ വിവാഹത്തിനുള്ള ആദ്യ മാതൃക. മാതാപിതാക്കളുടെ ജീവിതമാണ് വിവാഹത്തിന് ആദ്യ മാതൃക. പിന്നീട് പുരോഹിതന്മാര് ഈ ഞായറാഴ്ച പ്രസംഗങ്ങളിലൂടെയൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൽകാറുണ്ട്. പിന്നീട് വിവാഹത്തിന് അടുക്കും തോറും 11-12 ക്ലാസ്സിലെ കുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, യുവാക്കന്മാർക്കൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ്സുകൾ നൽകാവുന്നതാണ്. അതാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം. അതാണ് എവിടെയെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിനുള്ള മാറ്റർ എവിടെയാണ് കിട്ടുന്നത്? ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഒന്നാമതായിട്ട് സഭാ നിയമ പുസ്തകം. ഒരുപക്ഷെ എല്ലാവരുടെയും കയ്യിൽ സഭാ നിയമ പുസ്തകം ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പുസ്തകമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം കഴിയുന്ന നമ്മുടെ സെന്റ് പോൾസ് ബുക്ക് സ്റ്റോളിൽ കിട്ടുന്നതാണ്. ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വിവാഹത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. 10 കൽപ്പനകളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്.
പ്രത്യേകിച്ച് 5-ാമത്തെ കൽപ്പനയും 6-ാമത്തെ കൽപ്പനയും, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, പിന്നെ അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യേക ഭാഗങ്ങൾ വായിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 10 കൽപ്പനകളെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ഗ്രന്ഥം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. അത് കയ്യിലുള്ളത് നല്ലതാണ്. അത് വായിച്ചൊരുങ്ങി വേണം നമ്മൾ മതബോധന ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ വികാരിച്ചന്മാരെടുത്ത് ചെല്ലുമ്പോൾ അവര് നമ്മുടെ മക്കളോട് പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത്തേത് ഒരു വിവാഹ ഒരുക്ക ക്ലാസ്സിൽ പങ്കെടുക്കണം. നിർബന്ധമായിട്ട് നമ്മുടെ മക്കള് വിവാഹ ഒരുക്ക ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. രണ്ടാമത്തേത്, അച്ഛന്മാര് വ്യക്തികളുടെ യോഗ്യതാ പരിശോധന നടത്താറുണ്ട്. പ്രീനപ്ഷ്യൽ എൻക്വയറി എന്ന് പറയും. അതായത് അവർക്കൊരു ഫോം കൊടുക്കും. ആ ഫോം അവരുടെ പേര്, അഡ്രസ്സ്, അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതൊക്കെ അവർ പരിശോധിച്ച് ഈ വിവാഹത്തിന് ഞങ്ങൾ യോഗ്യരാണെന്ന് വെളിപ്പെടുത്തണം. അത് കഴിയുമ്പോഴാണ് അച്ഛന് വിളിച്ചൊല്ലു കുറി കൊടുക്കുന്നത്. 2 ഇടവകയിലേക്കും വിളിച്ചൊല്ലു കുറി കൈമാറുന്നു. അത് കഴിയുമ്പോഴാണ് വിളിച്ചൊല്ല് നടത്തുന്നത്. അച്ഛന്മാര് പള്ളിയിൽ വിളിച്ചൊല്ലാറുണ്ട്. 3 ആഴ്ചകളിലാണ് വിളിച്ചൊല്ലേണ്ടത്. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഫൊറോന വികാരിക്ക് ഒരു വിളിച്ചൊല്ല് കുറച്ചു കൊടുക്കാം. വിളിച്ചൊല്ല് ഇല്ലാതെ നടത്തണമെങ്കിൽ അത് രൂപതാ കൂരിയായിലാണ് VG അച്ഛനോ ചാൻസലറോ ആണ് വിളിച്ചൊല്ല് കുറച്ചു കൊടുക്കേണ്ടത്. വിളിച്ചൊല്ല് കഴിയുമ്പോഴാണ് വിവാഹക്കുറി നൽകുന്നത്. വിവാഹക്കുറി അത്യാവശ്യമാണ് വിവാഹം നടത്താനായിട്ട്. പിന്നീട് വിവാഹ കർമ്മം, അതിനുശേഷം രജിസ്റ്ററിൽ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അപ്പൊ വിവാഹ ഒരുക്ക ക്ലാസ്, വ്യക്തിയുടെ യോഗ്യതാ പരിശോധന, വിളിച്ചൊല്ലുകുറി, വിളിച്ചൊല്ല്, വിവാഹക്കുറി, വിവാഹം, ഇത്രയും കാര്യം രജിസ്റ്ററിൽ രേഖപ്പെടുത്തൽ. ഇത്രയും കാര്യങ്ങളാണ് കാനോനികമായിട്ട് വിവാഹത്തിന് വേണ്ടി വിവാഹം നടക്കാൻ പോകുന്നവർക്ക് ആവശ്യമായ ഒരുക്കം എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൗദാശികമായ ഒരുക്കം. അതായത് വിവാഹത്തിന് മുമ്പ് നല്ലൊരു കുമ്പസാരം നടത്തുക. അല്ലെങ്കിൽ എവിടെങ്കിലും ഒളിച്ചോടി പോയവരാണെങ്കിലോ അല്ലെങ്കിൽ പള്ളിയിൽ കെട്ടാതെ രജിസ്റ്റർ ചെയ്തവരൊക്കെ ആണെങ്കിൽ സഭ പറയുന്ന രീതിയിൽ ഒരു ധ്യാനം കൂടുകയോ അല്ലെങ്കിൽ 1-2 ദിവസം പ്രാർത്ഥന ഇരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ നന്നായിട്ട് ഒന്ന് ജീവിതത്തെ വിചിന്തനം ചെയ്ത് നല്ലൊരു കുമ്പസാരം, ഇപ്പൊ ചിലപ്പോൾ പറയുന്നൊരു പേരുണ്ട്, കെട്ടുകുമ്പസാരം എന്ന് ചിലർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. കെട്ടുകുമ്പസാരം വിവാഹത്തിന് മുമ്പുള്ള ആ കുമ്പസാരത്തിന് തന്നെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് പറയാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒരുങ്ങി, കാരണം നമ്മുടെ ജീവിതം എന്തെങ്കിലും മുറിവുകളോ കുമ്പസാരിച്ചിട്ടില്ലാത്ത പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് കുമ്പസാരിച്ച് നമ്മെ തന്നെ വിശദീകരിച്ച് ദൈവകൃപയിൽ, ദൈവപര പ്രസാദത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോ വിവാഹ സമയത്ത് അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പായിട്ടും വിവാഹ ദിവസവും ഒക്കെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയോടുകൂടി വേണം വിവാഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങേണ്ടത്. കൗദാശികമായ. ഇനി മറ്റൊരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നത്, വിവാഹത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ സാധ്യമല്ലാത്തവരുണ്ടോ? ഇന്ന വ്യക്തിയോട് അച്ഛന് താങ്കൾക്ക് വിവാഹം കഴിക്കാൻ എനിക്ക് അനുവാദം തരാൻ പറ്റുന്നില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പൊ കാനോൻ നിയമം പറയുന്ന 1083 മുതൽ 1094 വരെ പറയുന്ന 12 തടസ്സങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അച്ഛന്മാര് സാധാരണ ഈ അച്ഛന്മാരെ വിവാഹത്തിൽ ഞങ്ങളുടെ വിവാഹം റെഡിയായി, അച്ഛൻ അതിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ കൊടുക്കുന്ന ഫോമിൽ 12 തടസ്സങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കി ഈ 12 തടസ്സങ്ങൾ ഇല്ല എന്ന് അവർ ടിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അച്ഛന്മാര് കുറി കൊടുക്കുകയുള്ളൂ. എന്തൊക്കെയാണ് വിവാഹത്തിന്റെ തടസ്സങ്ങൾ എന്ന് പറയുന്നത്, വിവാഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തേത് വിവാഹ പ്രായമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് തോന്നും, കാനോൻ നിയമത്തിൽ വിവാഹപ്രായം 16ഉം 14ഉം ആണ്. കാരണം കാനോൻ നിയമം എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള സഭയ്ക്ക് വേണ്ടി ഉള്ളതാണ്. അപ്പോൾ അന്ന് 1983 ഈ കാനോൻ നിയമം എഴുതപ്പെട്ടപ്പോൾ 16ഉം 14ഉം ആണ്. പുരുഷന് 16, സ്ത്രീക്ക് 14. പക്ഷെ അതിന്റെ 2ാമത്തെ ക്ലോസിൽ എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും ഓരോ രാജ്യത്തിന്റെയും സിവിൽ നിയമം അനുസരിച്ച് മാത്രമേ വിവാഹം നടത്താൻ മെത്രാൻ സമിതികൾ അനുവദിക്കാവൂ. അതിന് പ്രകാരം നമ്മുടെ നാട്ടിൽ സഭയിലാണെങ്കിലും പുരുഷന് 21 വയസ്സ്, സ്ത്രീക്ക് 18 വയസ്സുമായെങ്കിൽ മാത്രമേ വിവാഹം നടത്താൻ അനുവാദം കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് അച്ഛന്മാർക്ക് സിവിൽ കേസായിട്ട് മാറും. അപ്പൊ അത് വിവാഹപ്രായം പ്രധാനപ്പെട്ടതാണ്. 2ാമത്തെ ഒരു കാര്യമാണ് ലൈംഗിക സംയോഗ ശേഷി ഇല്ലായ്മ, ഇംപൊട്ടൻസ്. അതായത് ഒരു വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്
സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് സെക്ഷൽ യൂണിയൻ. അപ്പൊ സഭ പറയുന്നത് ഒരു വിവാഹത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ദേവാലയത്തിൽ നടക്കുന്ന ആരാധനക്രമപരമായ കർമ്മം, അതിനുശേഷം ആ വിവാഹ ബന്ധം അല്ലെങ്കിൽ അവരുടെ മനസ്സമ്മതം പൂർണ്ണമാകുന്നത് ശാരീരികമായ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരസ്പര ശാരീരിക സ്നേഹം വിവാഹ ജീവിതത്തിന്റെ പൂർണ്ണതയാണ്. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ശാരീരികമായ ചില കുറവുകൾ, ഏതെങ്കിലും രോഗമാകാം, ആക്സിഡന്റ് വഴിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാനസികമായ പ്രശ്നങ്ങളിലൂടെ ശാരീരിക ബന്ധത്തിനുള്ള ശേഷിയില്ലെങ്കിൽ, ലൈംഗിക ശേഷിയില്ലെങ്കിൽ അവർക്ക് പ്രകൃത്യാ തന്നെ വിവാഹത്തിനുള്ള തടസ്സമുണ്ട്. അപ്പൊ അവരത് ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ നേരത്തെ അറിയാമെങ്കിൽ, ഏതെങ്കിലും അസുഖം വന്നിട്ടോ ആക്സിഡന്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീക്കാകാം പുരുഷനുമാകാം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ആ ഫോമിൽ രേഖപ്പെടുത്തുകയും അത് അച്ഛനോട് തുറന്നു പറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്രകാരമുള്ളവർക്ക് വിവാഹത്തിലേക്ക് വരാൻ സാധ്യമല്ല. അത് പ്രകൃത്യാ തന്നെയുള്ള ഒരു തടസ്സമാണ്. പക്ഷെ അതോട് ചേർത്ത് പറയുന്നത് ചിലർക്ക് വന്ധ്യതയുണ്ടാകാം, സ്റ്റെറിലിറ്റി. ചില പുരുഷന്മാർക്ക് ഈ ശാരീരിക ബന്ധത്തിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രത്യുൽപാദനത്തിനുള്ള തടസ്സമുണ്ട് ചില ശാരീരികമായ കാരണങ്ങളാൽ. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഗർഭപാത്രത്തിന് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗർഭപാത്രം റിമൂവ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ളവർക്കും വിവാഹത്തിലേക്ക് കടന്നു വരാനുള്ള അനുവാദമുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും വിവാഹത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ശാരീരിക ബന്ധ തടസ്സമുണ്ടെങ്കിലാണ് വിവാഹത്തിലേക്ക് വരാൻ സാധ്യമല്ലാത്തത്. മൂന്നാമത്തേതാണ് മുൻ വിവാഹ ബന്ധം. അപ്പോൾ ആർക്കെങ്കിലും മറ്റൊരു വിവാഹത്തിൽ അവര് ബന്ധം ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 പേര് ഒരു വിവാഹബന്ധം വേർപെട്ടു, ഒരു പുരുഷൻ വിവാഹം കഴിച്ച ഭാര്യ ഉപേക്ഷിച്ചു, മറ്റൊരു ഭാര്യയോട് ഒരുമിച്ച് താമസിക്കുന്നു. പക്ഷേ ആ മറ്റൊരു വിവാഹബന്ധം നിലനിൽക്കെ ഒരിക്കലും ഈ വിവാഹബന്ധത്തിൽ രണ്ടാമത്തെ സ്ത്രീ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. ഇന്നലെ പത്രത്തിലൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നു, അവർക്ക് മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായി. അപ്പൊ ആ പുരുഷന് നിന്നൊരു കുഞ്ഞ് ജനിക്കുന്നു. ഇവരൊരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ കാമുകനിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അപ്പൊ കോടതിയിൽ ഈ പെൺകുട്ടി അപ്പൊ അതിനുശേഷം ഈ ആദ്യ ഭർത്താവിന് ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോകുന്നു. അപ്പൊ ഹൈക്കോടതി കേസ് കൊടുക്കുകയാണ്, ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അപ്പന്റെ പേര് കുഞ്ഞിനിടാൻ അനുവദിക്കണം. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ കോടതി പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു പെറ്റീഷൻ തരിക. അത് പക്ഷെ ഈ ആദ്യ ഭർത്താവിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഭർത്താവ് ഒരുമിച്ച് വിശ്വസ്തയോടെ താമസിച്ചാണല്ലെങ്കിലും ഇങ്ങനൊരു ബന്ധത്തിലേക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിധി പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിന്റെ യഥാർത്ഥ അപ്പന്റെ പേര് ഇടാനുള്ള അനുമതി ഹൈക്കോടതി ഇന്ന് പത്രത്തിൽ വന്ന ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് അതിന്റെ ചർച്ചകൾ മീഡിയയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ആരെങ്കിലും മുൻ വിവാഹബന്ധം ഉപേക്ഷിച്ചാൽ സഭാ കോടതിയിൽ അത് സമർപ്പിക്കുകയും സഭാ കോടതിയിൽ നിന്ന് വിവാഹം അസാധുവാണെന്നുള്ള ഡിക്ലറേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 4-മത്തെ ഒരു തടസ്സം എന്ന് പറയുന്നത് കത്തോലിക്ക വിശ്വാസിയും ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തി നമ്മൾ വിവാഹം. അപ്പോ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഹിന്ദുവിന് വിവാഹം കഴിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു ജോണിക്ക് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയ വധുവിന് വിവാഹം കഴിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് ഈ കത്തോലിക്ക സഭയിൽ അല്ലാത്ത വ്യക്തി കത്തോലിക്ക സഭയിലേക്ക് ചേരണം. അതിന് പബ്ലിക് നോട്ടറി എടുത്തു പോയി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഞാൻ സ്വതന്ത്രമായിട്ടാണ് ചേരുന്നത്. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, ദിവ്യകാരുണ്യം എന്ന കൂദാശകൾ സ്വീകരിക്കണം. വിവാഹത്തിന് വേണ്ടി ശരിയായിട്ട് ഒരുങ്ങണം. പിന്നെ മറ്റെല്ലാ നടപടികളും ആവശ്യമെങ്കിൽ വിളിച്ചൊല്ലൊക്കെ നടത്തി ഇങ്ങോട്ട് ചേർന്ന് കെട്ടാവുന്നതാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഇങ്ങോട്ട് ചേരാതെ തന്നെ കത്തോലിക്ക വിശ്വാസി കത്തോലിക്കനായിട്ട് നിന്നുകൊണ്ട് തന്നെ മറ്റു മതത്തിലുള്ളവർ മതം മാറാതെ തന്നെ വിവാഹം കഴിക്കാൻ കൂരിയായിൽ നിന്ന് അനുമതി കൊടുക്കാറുണ്ട്. അതിന് പറയുന്ന പേരാണ് മാരേജ് ഇൻ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്. മാരേജ് ഇൻ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുർബാന ചൊല്ലാറില്ല. കുർബാന ചൊല്ലാതെ
വിവാഹകർമ്മം മാത്രമേ നടത്തി കൊടുക്കുകയുള്ളൂ. അഞ്ചാമത്തെ തടസ്സം എന്ന് പറയുന്നത് തിരുപ്പട്ടം സ്വീകരിച്ചവർക്ക് വിവാഹത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പോൾ ആരെങ്കിലും തിരുപ്പട്ടം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സാധുവായ രീതിയിൽ വിവാഹത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഏതെങ്കിലും കാരണവശാൽ തിരുപ്പട്ടം ഉപേക്ഷിക്കേണ്ടി വന്നാൽ, അതായത് തിരുപ്പട്ട ശുശ്രൂഷകൾ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ആ വ്യക്തി എന്നും പുരോഹിതനായി തന്നെ നിലകൊള്ളുന്നു. പക്ഷേ താൻ ഏറ്റെടുത്ത ബ്രഹ്മചര്യം എന്ന വ്രതം റോമിലേക്ക് എഴുതി ബ്രഹ്മചര്യത്തിൽ നിന്ന് ഒഴിവ് വാങ്ങാവുന്നതാണ്. അതിനുശേഷം ആ വ്യക്തിക്ക് സാധുവ വിവാഹം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആറാമത്തെ, നിത്യവ്രത വാഗ്ദാനം ചെയ്ത സന്യാസിയോ സന്യാസിനി, വ്രതവാഗ്ദാനം ചെയ്ത സിസ്റ്റേഴ്സ്. അപ്പൊ അവര് ഒരു ഘട്ടത്തിൽ വ്രതം ഉപേക്ഷിക്കുകയാണെങ്കിൽ റോമിലേക്ക് എഴുതി റോമിൽ നിന്ന് പ്രത്യേകമായ പെർമിഷൻ വാങ്ങിച്ച് അവരുടെ വ്രതങ്ങളിൽ നിന്ന് ഒഴിവ് വാങ്ങിയിട്ട് മാത്രമേ അവർക്ക് വിവാഹത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഏഴാമത്തെ തടസ്സം എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോയ വ്യക്തി. അത് ചിലപ്പോൾ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പുരുഷൻ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി, സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ തട്ടിക്കൊണ്ടുപോയി. ആ ഒരു സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നടക്കുന്ന വിവാഹം സാധുവല്ല. പിന്നെ ഒരു സ്വതന്ത്രമായതിനു ശേഷം അവര് തീരുമാനിച്ചാൽ ആ വിവാഹം നടത്താവുന്നതാണ്. എട്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് ഒരു വിവാഹത്തിന് വേണ്ടി ജീവിത പങ്കാളിയെ വധിച്ച വ്യക്തി. അതായത് ഒരു ഭർത്താവ് മറ്റൊരു പുരുഷനെ വധിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ വധിച്ചതിന് ശേഷം മറ്റുള്ള വിവാഹം കഴിക്കുന്നു. അപ്രകാരം വിവാഹങ്ങളൊന്നും സാധുവല്ല. ഓക്കെ, അതൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രസക്തമായ ഒരു കാര്യമാണ് രക്തബന്ധത്തിലുള്ളവർ. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ വലിയ ഒരു ഒരു ബന്ധത്തിന്റെ വലിയ കണ്ണികയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഫസ്റ്റ് കസിൻസ്, സെക്കൻഡ് കസിൻസ്, പിന്നെ വിവാഹത്തിലൂടെ അളിയൻ, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, അവരുടെ മക്കള്, അങ്ങനെ വലിയൊരു ബന്ധത്തിന്റെ ശൃംഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ രക്തബന്ധത്തിൽ ഉള്ളവർ തമ്മിൽ വിവാഹത്തിന് അനുവാദം ഉണ്ടോ? ഇപ്പൊ കത്തോലിക്ക സഭ പറയുകയാണ്, ഈ നേരിട്ടുള്ള രക്തബന്ധം, അതായത് അപ്പൻ, അമ്മ, മകള്, മകളുടെ മകൻ, കൊച്ചുമകള്, കൊച്ചുമകളുടെ മകള്, ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഡോട്ടർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ, ഇങ്ങനെ നമുക്ക് നേരിട്ടുള്ള ഒരു വലിയ ശൃംഖലയുണ്ട് ബന്ധം. ഈ ശൃംഖലയിൽ ഒരിക്കലും വിവാഹം അനുവദനീയമല്ല. അതായത് ഒരു നമ്മൾ ഇമാജിൻ ചെയ്യാണ്, ഒരു ഗ്രാൻഡ് ഫാദറിന് ഗ്രാൻഡ് ഡോട്ടറെ കല്യാണം കഴിയുന്ന ഒരു ആഗ്രഹം, ഒരിക്കലും അത് അനുവദനീയമല്ല. എന്നാൽ നമ്മുടെ രക്തബന്ധത്തില് ഫസ്റ്റ് കസിൻസ്, നമുക്കറിയാലോ, സഹോദരങ്ങളുടെ മക്കളാണ് ഫസ്റ്റ് കസിൻസ്, സഹോദരിമാരുടെ മക്കളാണ് ഫസ്റ്റ് കസിൻസ് എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ഫസ്റ്റ് കസിൻസ് വരെ വിവാഹം പാടില്ല. സഹോദരങ്ങൾ തമ്മിൽ പാടില്ല, ഫസ്റ്റ് കസിൻസ് തമ്മിൽ പാടില്ല. പക്ഷെ ഫസ്റ്റ് കസിൻസിന്റെ മക്കൾ തൊട്ട് വിവാഹം, സെക്കൻഡ് കസിൻസ് തൊട്ട് നമ്മുടെ വിവാഹം അനുവദനീയമാണ്. പക്ഷെ അടുത്ത ബന്ധമാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ. പക്ഷെ എങ്കിലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സെക്കൻഡ് കസിൻസ് തൊട്ട് വിവാഹം സഭയിൽ അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കറിയാം, തമിഴ്നാട്ടിലും ചില നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഫസ്റ്റ് കസിൻസ് തന്നെ വിവാഹം കഴിക്കാറുണ്ട്. മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ അരമന കോടതിയിൽ ചിലപ്പോൾ ഒഴിവ് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് കസിൻസ് തമ്മിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിർബന്ധമായിട്ട് വിവാഹം കഴിക്കണമെന്നുള്ള ഒരു ഘട്ടം വരികയാണെങ്കിൽ വിവാഹം നമ്മൾ അനുവദിച്ചു കൊടുക്കാറുണ്ട്. രക്തബന്ധത്തിൽ നിന്ന് ഒഴിവ് കൊടുക്കാറുണ്ട്. ഇനി ചാർച്ചാബന്ധം ഞാൻ കൺക്ലൂഡ് ചെയ്യാറായിട്ടുണ്ട്. ചാർച്ചാബന്ധം എന്ന് പറയുന്നത് വിവാഹം വഴി ഉണ്ടാകുന്ന ബന്ധം. ഇപ്പൊ നമ്മൾ വിവാഹം കഴിച്ചത് വഴി ഒരു വലിയ കുടുംബം നമ്മുടെ ബന്ധമായിട്ട് മാറുന്നു. നമുക്കൊരു ഫാദർ ഇൻ ലോ ഉണ്ടാകുന്നു, മദർ ഇൻ ലോ ലഭിക്കുന്നു, ഒരു ബ്രദർ ഇൻ ലോ ഉണ്ടാകുന്നു, സിസ്റ്റർ ഇൻ ലോ ഉണ്ടാകുന്നു. ആ വാക്ക് തന്നെ, ഫാദർ ഇൻ ലോ നിയമത്താൽ എൻ്റെ അപ്പൻ, മദർ ഇൻ ലോ നിയമത്തിൽ എൻ്റെ അമ്മയായി തീർന്ന സ്ത്രീ, ബ്രദർ ഇൻ ലോ നിയമത്തിൽ എൻ്റെ സഹോദരൻ, സിസ്റ്റർ ഇൻ ലോ നിയമത്തിൽ എൻ്റെ സഹോദരി. ഈ ചാർച്ചാബന്ധത്തിൽ, ഈ വിവാഹ ബന്ധത്തിലാണെങ്കിൽ പോലും നേരിട്ടുള്ള ബന്ധങ്ങളിൽ വിവാഹം അനുവദനീയമല്ല. ഉദാഹരണം, ഇപ്പോ മരുമകളുടെ ഭർത്താവ് മരിച്ചു എന്ന് വയ്ക്കുക. അമ്മായിയപ്പന് മരുമകളെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ? പാടില്ല. അതുപോലെ തന്നെ പക്ഷേ ഈ ഭർത്താവ് മരിച്ച് ഭർത്താവിന്റെ സഹോദരനെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരിയെ കല്യാണം കഴിക്കാം. അതാണ് ചാർച്ചാബന്ധത്തിലുള്ള വിവാഹം അനുവദനീയമല്ലാത്തതും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിത് പറയുമ്പോൾ ഇത് സഭാനിയമത്തിൽ മാത്രമുള്ള കാര്യങ്ങളല്ല. ഞാൻ സാധാരണ ബ്രദേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വിവാഹ ബന്ധത്തിൽ കുറെ വിലക്കുകളുണ്ട്.
അതിൽ ഞാൻ ലിസ്റ്റ് ഞാനെടുത്ത് കൊടുക്കാറുണ്ട്. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ച് കുടുംബ ബന്ധങ്ങളിലുള്ള 37 ബന്ധങ്ങളുള്ള സ്ത്രീകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് സിവിൽ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പുരുഷന് കുടുംബ ബന്ധങ്ങളിലുള്ള 37 സ്ത്രീകളെ, അതായത് പിന്നെ സ്വന്തം മകളുടെ മകള്, അങ്ങനെ ഒരു ഗ്രാൻഡ് മദർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അങ്ങനെ പറഞ്ഞു പോകുന്ന 37 ബന്ധങ്ങൾ. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീക്ക് കുടുംബ ബന്ധങ്ങൾ 37 പുരുഷന്മാരുമായിട്ട് വിവാഹബന്ധം അനുവദനീയമല്ല എന്ന് നമ്മുടെ ഇന്ത്യൻ സിവിൽ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകത്തിലും വിലക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് കുടുംബ ബന്ധങ്ങളുടെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. ഇനി 11ാമത്തെ ഒരു കാര്യമാണ് പൊതുമാന്യത. ഇപ്പൊ ഒരു പുരുഷൻ സ്ത്രീ ഒരുമിച്ച് ജീവിക്കുകയാണ്, പക്ഷെ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ കുടുംബത്തിലുള്ള ബന്ധുക്കളുമായുള്ള വിവാഹം പാടില്ല. 12ാമത്താണ് ദത്തെടുക്കപ്പെട്ടവർ. ഇപ്പൊ ദത്തെടുക്കപ്പെട്ട മക്കൾക്ക്, നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ ദത്തെടുക്കപ്പെട്ട മക്കളുണ്ട്. ചിലപ്പോ ദത്തെടുത്ത് കഴിയുമ്പോൾ സ്വന്തം നമ്മുടെ തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചെന്നിരിക്കാം. അപ്പൊ അവരെ സഹോദരങ്ങളായിട്ടാണ് കാണേണ്ടത്. ദത്തെടുക്കപ്പെട്ട മകനും സ്വന്തം രക്തത്തിൽ ജനിച്ച മകളും സഹോദരനും സഹോദരിയുമാണ്. ഒരിക്കലും അവിടെ വിവാഹമില്ല. പക്ഷെ അവരുടെ മക്കൾ തമ്മിൽ വിവാഹം അനുവദനീയമാണ്. ഇനി നമ്മൾ പൗരസ്ത്യ സഭകളുടെ കാനോൻ നിയമം പറയുമ്പോൾ സീറോ മലബാർ സഭ, സീറോ മലങ്ക ഒരു തടസ്സം കൂടി അവർ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാലോ, തലതൊട്ടപ്പൻ തലതൊട്ടമ്മ, ഒരു തലതൊട്ടപ്പൻ ഒരു കുഞ്ഞിനെ തലതൊട്ടും. ആ തലതൊട്ടപ്പന് ഈ മകള് 18 വയസ്സാകുമ്പോൾ അവളെ കല്യാണം കഴിക്കാമോ? പൗരസ്ത്യ സഭകൾ പറയുന്നു അതും തടസ്സമാണ്, കല്യാണം കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഓക്കെ, തലതൊട്ടപ്പൻ ഈ മകളെ, അപ്പൊ ജ്ഞാനപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം, അവിടെയും വിവാഹ ബന്ധം പാടില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ വിവാഹം എന്ന് പറയുന്ന നിർവചനം എന്താണ്? വിവാഹത്തിന്റെ ഏകത്വവും അവിഭാജ്യതയും, വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ, ദമ്പതികളുടെ നന്മ, കുഞ്ഞുങ്ങളുടെ ജനനം, കുഞ്ഞുങ്ങളെ വളർത്തുക, എന്താണ് മനസ്സമ്മതം, മനസ്സമ്മതത്തിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ എന്താണ്, വിവാഹത്തിന് കാനൂനികമായിട്ട് ഒരുങ്ങാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരുക്കം, പിന്നെ കാനൂനികമായിട്ടുള്ള ഒരുക്കങ്ങൾ, കൗദാശികമായിട്ടുള്ള ഒരുക്കങ്ങൾ, അതിനുശേഷം വിവാഹത്തിന് അത്യന്താപേക്ഷിതമായുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ആ തടസ്സങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വിവാഹം എന്ന കൂദാശയിൽ പങ്കുചേരാൻ സാധിക്കുകയുള്ളൂ. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ഇടവകയുടെ ഉത്തരവാദിത്വമാണ്, ഓരോ പുരോഹിതന്റെ ഉത്തരവാദിത്വമാണ് വിവാഹത്തിന് വേണ്ടി പുരുഷനെയും സ്ത്രീയെയും യുവാക്കളെ നന്നായിട്ട് ഒരുക്കുക എന്നുള്ളത്, ആത്മീയമായും അജപാലപരമായി ഒരുക്കുക എന്നുള്ളത്. ഞാൻ ഈ വൈദിക വിദ്യാർത്ഥികൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അച്ഛന്മാർ ധാരാളം വിവാഹങ്ങൾ ആശീർവദിക്കാറുണ്ട്. പക്ഷേ ആ ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഒരേ ഒരു സംഭവമായിരിക്കാം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ആ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നന്നായിട്ട് ദേവാലയം തയ്യാറാക്കുക, അവർക്ക് നല്ല ഇരിക്കാനുള്ള നല്ല ഇരിപ്പിടങ്ങൾ തയ്യാറാക്കുക, ആ പുരുഷന്റെയും വരനും വധു ഇരിക്കുന്ന അടുത്ത് തന്നെ മാതാപിതാക്കൾക്ക് ഇരിക്കാനുള്ള കസേരകൾ ഇട്ട് കൊടുക്കുക, അവിടെ തന്നെ സാക്ഷികൾക്ക് വന്നിരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കുക, നല്ല ഭക്തിയോടും ആഘോഷത്തോടും കൂടെ കുർബാന ചൊല്ലുക. അപ്പൊ ഒരു ആഡംബരങ്ങളെക്കാൾ ഉപരി ആത്മീയതയുടെ ഒരു ആഘോഷമായിട്ട്, ആത്മാവിന്റെ അഭിഷേകമുള്ള ഒരു കർമ്മമായിട്ട് വിവാഹം എന്ന കൂദാശ നടത്താൻ ഇടവക വൈദികര് അല്ലെങ്കിൽ വിവാഹം നടന്ന അച്ഛന്മാര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? അന്യമതത്തിൽപ്പെട്ടവരെ വിവാഹം ചെയ്താൽ അവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? ഓക്കെ, നല്ല ചോദ്യമാണ്. കാരണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരു വലിയ ഇൻഫർമേഷൻ ആണ്. അപ്പൊ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, 2 രീതിയിലാണ് മറ്റു മതസ്ഥര് നമ്മുടെ സഭയിൽ വിവാഹം കഴിക്കുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് നമ്മുടെ സഭയിലേക്ക് ചേർന്ന് ഒരേ വിശ്വാസത്തിൽ വിവാഹം നടത്തുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കുർബാനയുണ്ട്. ഇങ്ങോട്ട് മാറി വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് അവർക്ക് ആ വ്യക്തിക്ക് കുർബാന സ്വീകരിക്കാം. ഇനി രണ്ടാമത്തേതാണ് മതം മാറാതെ വിവാഹം നടത്തുന്നു. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ കുർബാന ചൊല്ലാറില്ല, അത് കൂദാശ എന്ന് വിളിക്കാറില്ല. കാരണം 2 ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അത് കൂദാശയാകുന്നു. വിവാഹ കർമ്മം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കൂദാശയാകുന്നില്ല.
കുർബാന നടത്താറില്ല. സാധാരണഗതിയിൽ നമ്മൾ അവിടെ കുർബാന ആ സമയത്ത് കൊടുക്കാറില്ല. പക്ഷെ പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കുർബാനയിൽ സംബന്ധിക്കാം. അതില് കത്തോലിക്ക വിശ്വാസി കുർബാന സ്വീകരിക്കാം, ഈ കത്തോലിക്ക വിശ്വാസി അല്ലാത്ത വ്യക്തി കുർബാന സ്വീകരിക്കാൻ പാടില്ല. അവരുടെ മക്കൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ എന്നാണ്. അവരുടെ മക്കൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അവരുടെ മക്കൾ ഇനിയിപ്പോ ഇനി ഒരു കാര്യം ഞാൻ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത്, ഇപ്പൊ ഇവര് വിവാഹം കഴിക്കാനായിട്ട് അരമന അനുവാദം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ അനുവാദം കൊടുക്കണമെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് അവർ എഴുതി ഒപ്പിടണം. ഒന്നാമത്തേത് കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കില്ല. 2 കുഞ്ഞുങ്ങളെ കത്തോലിക്ക സഭയിൽ ജ്ഞാനസ്നാനപ്പെടുത്തും. 3 കുഞ്ഞുങ്ങളെ കത്തോലിക്ക സഭയിൽ വളർത്തും. അത് ഈ മറ്റ് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ അവരും കൂടി എഴുതി ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഈ ഭാഗത്തിന് അനുവാദം കൊടുക്കുകയുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കുക, അവരെ വിശ്വാസം പഠിപ്പിക്കുക, കുമ്പസാരം കൊടുക്കുക, ആദ്യ കുർബാന എടുപ്പിക്കുക, ആ രീതിയിൽ വളർത്തുക എന്നുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് വിശ്വാസം തന്നെ ആയിരിക്കും വളരുന്നത്, കൂദാശ സ്വീകരിക്കും. പക്ഷെ ചിലർ ഈ വാഗ്ദാനം നൽകിയിട്ട് പിന്നീട് ഇത് പാലിക്കാറില്ല. അവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വീണ്ടും ഒരു ചോദ്യം, മകളോ മകനോ വേറെ മതത്തിലെ ഒരാളെ കല്യാണം കഴിച്ചാൽ പാരന്റിന് സഭയിൽ വിലക്കുണ്ടോ? അതായത് ഇപ്പോ അപ്പനും അമ്മയും നല്ല വിശ്വാസത്തിലാണ്, അവർ പള്ളിയിൽ വരുന്നു, പ്രാർത്ഥന കുർബാന സ്വീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പിന്നെ മകളോ മകനോ പോയി മറ്റൊരു മതത്തിൽ വിവാഹം കഴിക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ രീതി അനുസരിച്ച് 21, 18 ആയി കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി അവർക്ക് വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മാതാപിതാക്കൾക്ക് സാധാരണഗതിയിൽ വിലക്ക് കൊടുക്കാറില്ല. പക്ഷെ ചില രൂപതകളിൽ ഇത് കൂടുതലായി വരുന്നത് കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു വാണിംഗ് പോലെ കൊടുക്കാറുണ്ട്. പക്ഷെ നിയമപരമായിട്ട് അങ്ങനെ പറയുന്നില്ല. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നോർത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു നിയമം ഉണ്ടാക്കിയല്ലോ, മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ള ഒരു നിയമമാക്കിയിട്ടുണ്ട് ഒരു സംസ്ഥാനത്ത്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ നിയമപരമായിട്ട് അങ്ങനെ ശിക്ഷ കൊടുക്കും. പക്ഷേ മാതാപിതാക്കൾ പ്രേരിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു മതത്തിൽ കുഞ്ഞുങ്ങൾ വളരാനോ മറ്റൊരു മതത്തിൽ പോയി അവർ വിവാഹം നടത്താനോ മാതാപിതാക്കൾ സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട്. വീണ്ടും ഒരു ചോദ്യം, അന്യമതത്തിൽപ്പെട്ട വ്യക്തിയെ വിവാഹം അമ്പലത്തിലും പള്ളിയിലും വെച്ച് വിവാഹം കഴിക്കുമ്പോൾ അതിന്റെ വ്യവസ്ഥ എന്താണ്? അതായത് നമ്മുടെ കാനോൻ നിയമം 1108 കാനോൻ പറയുകയാണ്, നമ്മുടെ വിവാഹത്തിനൊരു കനോനിക്കൽ ഫോം, കനോനിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അതായത് കത്തോലിക്കാ സഭയിൽ ഒരു വിവാഹം നടത്തേണ്ടത് മെത്രാനച്ഛന്റെ മുമ്പിലോ വികാരിയച്ഛന്റെ മുമ്പിലോ വികാരിയച്ഛൻ നിയോഗിക്കുന്ന ഒരു അച്ഛന്റെ മുമ്പിലോ ഒരു ഡീക്കന്റെ മുമ്പിലോ നമ്മുടെ ഇടവക ദേവാലയത്തിലോ മറ്റൊരു ദേവാലയത്തിലോ 2 സാക്ഷികളുടെ മുമ്പാകെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ വിവാഹം സാധുവാകുകയുള്ളൂ. ഇതില്ലാതെ ഇപ്പൊ രജിസ്റ്റർ മാരേജ് ചെയ്താൽ അത് സിവിൽ വാലിഡിറ്റി ഉണ്ട്, പക്ഷെ അത് കൂദാശയല്ല. ഒരു അമ്പലത്തിൽ പോയി കല്യാണം നടത്തിയാൽ അത് നമ്മളെ സംബന്ധിച്ച് അത് അസാധുവാണ്, അത് വിവാഹമല്ല. അത് അവർ തിരിച്ചു വന്ന് നമ്മുടെ പള്ളിയിൽ വെച്ച് വിവാഹം നടത്തിയെങ്കിൽ മാത്രമേ അത് വിവാഹമാവുകയുള്ളൂ. അതുവരെ അവർക്ക് കൂദാശ സ്വീകരിക്കാൻ പറ്റില്ല. വ്യത്യസ്ത സഭകളിലുള്ളവർ തമ്മിൽ വിവാഹം അനുമതിയുണ്ടോ? ഓക്കെ, അതായത് ഒന്നാമത്തേത് കത്തോലിക്ക സഭയിൽ തന്നെ വ്യത്യസ്ത റീത്തുകളുണ്ട്. ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര. അത് നമുക്ക് അങ്ങനെ നടത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ നമുക്കറിയാമല്ലോ, ഈ ലത്തീൻ പള്ളി വെച്ച് കല്യാണം നടത്തുമ്പോൾ ലത്തീൻ റീത്തിൽ നടത്തണം, സീറോ മലബാർ പള്ളി വെച്ച് നടത്തുമ്പോൾ സീറോ മലബാർ റീത്തിൽ. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ ചില പൗരസ്ത്യ സഭകളിലെ ഉള്ള വിവാഹം, ഉദാഹരണത്തിന് യാക്കോബായ സഭയിലെ, അതായത് സിറിയൻ ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, ബാവ കക്ഷി, അവിടെ ഒരു വിവാഹം നമ്മുടെ മകളോ മകനോ അവിടെ കെട്ടുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട്. അവരോട് മാത്രം, യാക്കോബായ സഭയിലുള്ളവരോട് മാത്രം ഉള്ള വിവാഹങ്ങൾ സഭ അനുവദിച്ചിട്ടുണ്ട്. 1984 മുതൽ നമുക്ക് ആ പള്ളിയിൽ വെച്ച് കല്യാണം നടത്താം, നമ്മുടെ പള്ളിയിൽ വെച്ച് കല്യാണം നടത്താം. അവിടെ വെച്ച് കല്യാണം നടത്തുമ്പോൾ അവിടുത്തെ അച്ഛനെ കല്യാണം കെട്ടിക്കാം, നമ്മുടെ പള്ളി വെച്ച് നടത്തുമ്പോൾ നമ്മുടെ അച്ഛനെ കെട്ടിക്കാം. 2 ഇടത്തും നമുക്ക് കുർബാന സ്വീകരിക്കാം യാക്കോബായക്കാർ വിവാഹം നടത്തുമ്പോൾ. പക്ഷേ മർത്തോമ സഭ, ഓർത്തഡോക്സ് സഭ, അതൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ കല്യാണം നടത്തണം. പക്ഷെ ചിലപ്പോൾ അവർ നിർബന്ധിച്ച് അവരെ പള്ളിയിൽ കൊണ്ട് വെച്ച് നടത്താറുണ്ട്. പിന്നെ മറ്റൊന്ന്, മറ്റേത് സഭയും, പ്രൊട്ടസ്റ്റന്റ് സഭ, പെന്തക്കോസ്ത സഭ, അതേതാണെങ്കിലും നിർബന്ധമായിട്ടും നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ കല്യാണം നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. വധുവരന്മാരിൽ ഒരാള് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ വിവാഹം അത് അസാധുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. 2 പേരിൽ ഒരാൾ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ വിവാഹം അസാധുവാണ്.
പിന്നെ മാത്രമല്ല, ഈ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വിവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ഗൗരവമായ ഒരു തടസ്സമാണ്. അതുകൊണ്ട് അത് ഉള്ളയാൾ തുറന്നു പറയണം. അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തൊരു സ്ത്രീ, അത് വിവാഹത്തിന് തടസ്സമായ സ്റ്റെറിലിറ്റി, അത് വിവാഹത്തിന് തടസ്സമല്ലെങ്കിൽ പോലും അതും തുറന്നു പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഗൗരവമായൊരു രോഗം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. അപ്പൊ അത് ജീവിത പങ്കാളിയോടും പറയണം, വിവാഹത്തിന് മുമ്പ് തന്നെ അച്ഛനോടും പറയണം. അപ്പോൾ ഇമ്പോർട്ടൻസ്, പിന്നെ വന്ധ്യത എന്ന് പറയുന്നത് സ്റ്റെറിലിറ്റി അല്ല, ഈ ലൈംഗിക ശേഷി ഇല്ലായ്മ എന്ന് പറയുന്നത് വിവാഹത്തിന് തടസ്സമാണ്, ആ വിവാഹം അസാധുവാണ്. അങ്ങനെയുള്ള വിവാഹം ദേവാലയത്തിൽ ആശീർവദിക്കപ്പെടാമോ? സാധാരണ ചെയ്യാറില്ല. കാരണം അച്ഛന്മാർക്കത് അസാധുവായ വിവാഹം എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും? പിന്നെയുള്ള ചോദ്യം, പെൺകുട്ടി പറയുകയാണ് എനിക്കത് പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ മറ്റൊരു ചോദ്യമാണ്, ഞങ്ങൾ വെറുതെ ആശീർവദിച്ച്. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. അതാണ്, അച്ഛന്മാർക്ക് അത് പറ്റില്ല എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ചോദ്യം, വിവാഹമോചനം നേടിയ ഭാര്യയും ഭർത്താവും വീണ്ടും വിവാഹം കഴിക്കുമോ? അവർ തന്നെ. ഓക്കെ. അത് അങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഒരിക്കല് കൊല്ലം അരമനയില് ഒരു ഭാര്യയും ഭർത്താവും ഒരു മകളും കൂടെ വന്നു. അപ്പൊ അവരൊന്ന് പറയുകയാണ്, അച്ഛൻ ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് പിരിഞ്ഞു താമസിച്ചു, സിവിൽ കോടതിയിൽ നിന്ന് ഞങ്ങൾ വേർപെടുത്തി, അരമന കോടതിയിൽ നിന്ന് വേർപെടുത്തി, ഇപ്പൊ ഞങ്ങളുടെ മകൾക്ക് നിർബന്ധം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കണം, ഇതെങ്ങനെങ്കിലും ഒന്ന് ഒരുമിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവർ വന്നു. അപ്പോൾ വിവാഹം, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില തടസ്സങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്, പിന്നെ അത് പരിഹരിച്ച് ഒരുപക്ഷെ അവരെ വീണ്ടും ആശീർവദിച്ച് സിവിൽ കോടതി വീണ്ടും രജിസ്റ്റർ ചെയ്ത് അവർക്ക് തിരിച്ചു വരാം. ചില തടസ്സങ്ങൾ, ഉദാഹരണത്തിന് വിവാഹം വേർപെടുത്തിയത് ഈ ഒരു ഇമ്പോർട്ടൻസ് എന്ന കാരണത്താലാണ്, അല്ലെങ്കിൽ ഒരു ഗൗരവമായ മാനസിക രോഗം അതിന്റെ കാരണത്താലാണ്, അത് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ പിന്നെ ആ തടസ്സമുള്ള വ്യക്തിയെ പിന്നെ ബ്ലസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ വീണ്ടും അവരെ ബ്ലസ് ചെയ്ത് വീണ്ടും അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഒരു ചോദ്യം വെച്ചാൽ, ഞാൻ CSI വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എന്റെ ഹസ്ബൻഡ് ജനനത്താൽ RC-യും നിലവിൽ LC പള്ളിയിലുമാണ് ചേർന്നിരിക്കുന്നത്. എന്റെ മക്കൾ RC എന്നാണ് രേഖകളിൽ ഉള്ളത്. എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം CSI എന്നാണ് നിലവിൽ. കല്യാണത്തിന് ശേഷം എന്റെ കാസ്റ്റ് ഏതാണ് ശരിക്കും എഴുതേണ്ടത്? ഒന്നാമത്തെ ചർച്ച ചെയ്യേണ്ടത് എന്താണ് RC എന്ന് പറയുന്നത്. RC എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക് എന്നാണ് എൻ്റെ അർത്ഥം. ആരാണ് RC എന്ന് പറയുന്നത്? നമ്മുടെ 24 സഭകളും RC ആണ്, റോമൻ കാത്തലിക് ചർച്ച്. പ്രത്യേകിച്ച് ലത്തീൻ സഭയാണ് RC എന്ന് പറയുന്നത്. കാരണം മാർപ്പാപ്പയുടെ അതേ കാര്യങ്ങൾ അതേ കുർബാനയും അതേ വസ്ത്രവും ഒക്കെ ധരിക്കുന്ന, അതേ റൈറ്റ് ഫോളോ ചെയ്യുന്ന ലത്തീൻ റീത്താണ് യഥാർത്ഥത്തിൽ RC എന്ന് പറയുന്നത്. പക്ഷേ അറിയാലോ, നമ്മുടെ ഈ ഭാരതത്തിൽ ഭരണഘടന വന്നപ്പോഴാണ് RC എന്ന് പറഞ്ഞാൽ സംവരണമില്ല, LC എന്ന് പറഞ്ഞാലേ സംവരണമുള്ളൂ എന്ന് വന്നപ്പോഴാണ് പിന്നാക്കം എന്ന രീതിയിൽ നമ്മൾ LC എന്ന് എഴുതാൻ തുടങ്ങിയത്. നമുക്കറിയാലോ, ഈ അടുത്ത കാലത്ത് ഗസറ്റില് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ RC എന്ന് പറയുന്നത് ലാറ്റിൻ കാത്തലിക് ആണ്. സീറോ മലബാർ, സീറോ മലങ്കര ആണെങ്കിൽ SC സിറിയൻ കാത്തലിക്, അല്ലെങ്കിൽ സീറോ മലങ്കര കാത്തലിക് എന്ന് വ്യക്തമായിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തേത്, RC എന്ന്. അത് ഇനി രണ്ടാമത്തേത്, നമുക്ക് റീത്ത് മാറാൻ പറ്റുമോ? ഇത് പലരോടും പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, ഒരു ലാറ്റിൻ കാത്തലിക്കുള്ള ഒരു പെൺകുട്ടി തൃശ്ശൂരുള്ള സീറോ മലബാർ സഭയിലുള്ള ഒരു പുരുഷ വിവാഹം കഴിച്ചു. നമ്മൾ ഉടനെ പറയുന്നത് എന്താണ്? ഇനി എൻ്റെ മകള് സീറോ മലബാർ സഭയിലാണ്. ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് ആരും റീത്ത് മാറുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആരും സഭ മാറുന്നില്ല. ഈ ലത്തീൻ കത്തോലിക്കായ പെൺകുട്ടി സീറോ മലബാർ സഭയിലെ അംഗമാകണമെങ്കിൽ ഒരു ഇടവകച്ചന്റെ മുമ്പിൽ ഒരു പത്രത്തിൽ എഴുതി, ഞാൻ ഇന്നു മുതൽ വിവാഹ സമയത്ത് ഞാൻ എൻ്റെ സ്വതന്ത്രമായ തീരുമാനത്താൽ സീറോ മലബാർ സഭയിലേക്ക് ചേരുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആ പെൺകുട്ടി സീറോ മലബാർ സഭയിൽ അംഗമാകുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ ആരെങ്കിലും ഇടയിൽ മക്കള് ഏതെങ്കിലും റീത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക അവരാരും റീത്ത് മാറിയിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആരും മാറിയിട്ടില്ല. അപ്പോൾ ലത്തീനായിട്ട് തന്നെ തുടരും, സീറോ മലബാർ, സീറോ മലം തുടരും, CSI ആയിട്ട് തന്നെ തുടരും. നമ്മൾ മാറുന്നില്ലെങ്കിൽ ഒരു സഭയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ CSI ആണ്, CSI സഭയിലായിരിക്കുന്ന വ്യക്തി ജ്ഞാനസ്നാനം സാധുവാണ്, വിശ്വാസ പ്രമാണം ചൊല്ലി ലത്തീൻ സഭയിലേക്ക് പൂർണ്ണ ബോധ്യത്തോടെ ചേർന്നാൽ മാത്രമേ
ഈ കത്തോലിക്ക സഭയിൽ അംഗമായിട്ട് മാറുകയുള്ളൂ. മാതാപിതാക്കൾ കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോകുകയും അതേസമയം മക്കൾ ഇവിടെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മക്കളുടെ വിവാഹത്തെ എങ്ങനെ ബാധിക്കും? അതായത് മാതാപിതാക്കൾ നല്ല വിശ്വാസമുള്ളവരായിരുന്നു. അവര് മക്കളെ കത്തോലിക്ക സഭ ജ്ഞാനസ്നാനപ്പെടുത്തി. അതിനുശേഷം മാതാപിതാക്കൾ സഭ വിട്ട് പോയി. ഇതൊക്കെ നമ്മുടെ സെമിനാരിയിൽ ചിലപ്പോഴൊക്കെ ഈ വിഷയങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ബ്രദേഴ്സൊക്കെ ഉള്ള സമയത്ത് മാതാപിതാക്കൾ സഭ വിട്ടുപോയി. പക്ഷേ മക്കളുടെ പിന്നെ അവര്, അതായത് 14 വയസ്സ്, ഈ ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ച് 14 വയസ്സ്, ഒരുപക്ഷെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ പോയ സഭയിലേക്ക് പോകാം. പെന്തക്കോസ്ത് സഭയിൽ അവർ പോകുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നു. പക്ഷേ 14 വയസ്സായി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് തീരുമാനിക്കാൻ ഞാൻ ഈ സഭയിൽ തുടരണോ, ഞാൻ ആയിരുന്ന സഭയിലേക്ക് വരണമോ എന്ന് കുഞ്ഞുങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ജ്ഞാനസ്നാനം സംബന്ധിച്ച് 14 വയസ്സാണ് അവർക്ക് തീരുമാനിക്കാനുള്ള പ്രായം. മാതാപിതാക്കൾ പോയാലും 14 വയസ്സ് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് തീരുമാനിക്കാം അവർ അവിടെ തുടരണമോ തിരിച്ച് പഴയ സഭയിലേക്ക് വരണമോ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോ ലത്തീൻ റീത്തിലാണ്, പക്ഷെ ഞാൻ എല്ലാ ദിവസവും പോകുന്നത് സീറോ മലബാർ റീത്തിലാണ്. ഞാൻ ഒരിക്കലും സീറോ മലബാർ ആകുന്നില്ല. സീറോ മലബാർ കുടുംബമാണ്. ഞാൻ എല്ലാ ദിവസവും പോകുന്നത് ഒരു ലാറ്റിൻ പള്ളിയിലാണ്. ഇപ്പൊ അങ്ങനെ പോകുന്ന ധാരാളം പേരുണ്ട്. ഒരിക്കലും ഞാൻ ലത്തീൻ, പക്ഷെ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ചേരാം. പെരുന്നാൾ നടത്താം, രജിസ്റ്ററിൽ പേര് ചേർക്കാം, അവിടെ അജപാല സന്ധിയിൽ പങ്കുചേരാം, പക്ഷെ ഇതെല്ലാം ആകാം. പക്ഷേ ഒരിക്കലും നമ്മൾ റീത്ത് മാറുന്നില്ല. ഓക്കെ, നമ്മുടെ സഭയിൽ നിന്നും ഹൈന്ദവന് വിവാഹം കഴിച്ചു, പക്ഷെ നമ്മുടെ ഫംഗ്ഷന് വരുമ്പോൾ ആ വ്യക്തിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റും? അച്ഛൻ ഒന്നുകൂടെ പറഞ്ഞേ. നമ്മുടെ സഭയിൽ നിന്ന് ഒരു ഹൈന്ദവനെ വിവാഹം കഴിച്ചു, പക്ഷെ നമ്മുടെ ഫംഗ്ഷന് വരുമ്പോൾ ആ വ്യക്തിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? ഓക്കെ, ഹൈന്ദവന് നമ്മുടെ കുർബാനയിൽ വന്ന് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? ഓക്കെ, തീർച്ചയായും 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്നാമത്തേത്, പിന്നെ കത്തോലിക്ക വിശ്വാസി സഭയുടെ അനുവാദം കൂടാതെ ഒരു ഹൈന്ദവ വിശ്വാസ വിവാഹം കഴിച്ചു, സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പിന്നെ ഒരിക്കലും പള്ളിയിൽ വന്ന് കെട്ടാതെ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ സഭയുടെ അനുവാദത്തോടു കൂടി ഈ പെൺകുട്ടി ഒരു ഹൈന്ദവ വിശ്വാസിയെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചു. പക്ഷെ അതിൽ ഈ കത്തോലിക്ക വിശ്വാസിക്ക് എപ്പോഴും കുർബാന സ്വീകരിക്കാം, പക്ഷെ ഹൈന്ദവ വിശ്വാസിക്ക് ഒരിക്കലും കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആർക്കാണ് കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നത്? നമ്മൾ പള്ളി വിളിച്ചു പറയാറുണ്ടല്ലോ, തിരുപ്പട്ടങ്ങൾ വരുമ്പോൾ, പെരുന്നാൾ വരുമ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടുള്ളവർ മാത്രം കുർബാന സ്വീകരിക്കുക. എന്തുകൊണ്ടത് പറയുന്നത്? കാരണം ഈ പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ ഈശോയുണ്ട്, ഈശോയുടെ ശരീരമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളൂ, അല്ലെങ്കിൽ അതിനോട് ഒരുങ്ങിയവർക്ക് മാത്രമേ. അതുകൊണ്ടാണ് മറ്റുള്ളവരോട്, അവരെ സംബന്ധിച്ച് ഇതൊരു പ്രസാദമായിരിക്കാം, ഇതൊരു വേറെന്തെങ്കിലും ഒരു ആയിരിക്കാം, പക്ഷെ അതുകൊണ്ടാണ് യേശു യഥാർത്ഥത്തിൽ സജീവ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ഈ പരിശുദ്ധ കുർബാന നൽകാറുള്ളൂ, അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ പാടുള്ളൂ. സഭയിൽ വിവാഹമോചനം നടത്താറില്ലല്ലോ. സഭ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അത് ബോധ്യപ്പെട്ടാൽ വിവാഹം അസാധുവാക്കുകയല്ലേ ചെയ്യുന്നത്? അതായത് നമുക്ക് ഡൈവോഴ്സ് എന്ന് നമ്മുടെ സഭയിലില്ല, മറിച്ച് അത് അസാധുവാക്കുക എന്നുള്ള ആ ഒരു ടേമിനെ എങ്ങനെയാണ് അച്ഛൻ എന്ന് വിശദീകരിക്കുക? ഓക്കെ, വെരി ഗുഡ്, അത് കറക്റ്റ് ആണ്. അതായത് സഭയിൽ നമ്മൾ ഡിവോഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. എന്താണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്? ഇപ്പൊ 2000 നടന്നൊരു വിവാഹം ഇപ്പോ 26 വർഷമായി, 2026 ഇപ്പൊ ഒരു പ്രശ്നങ്ങളായി, അത് തീരുമാനിക്കുകയാണ് നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് പോകാൻ പറ്റും, നമുക്ക് വിവാഹം വേർപെടുത്താം. അന്ന് നടന്ന വിവാഹം ഇന്ന് വേർപെടുത്തുന്നതാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അസാധു എന്ന് പറയുന്നത് എന്താണ്? 2000 കല്യാണം കഴിച്ചു, ഇപ്പൊ ഞങ്ങൾ ആകെ പ്രശ്നങ്ങളായി, ഒരുമിച്ച് ഒരു കാരണവശാലും ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല, അരമന കോടതി വരികയാണ്. അപ്പൊ ഞാൻ ആ കേസ് എടുക്കുമ്പോൾ ഞാൻ എന്താ നോക്കുന്നത്? ഞാൻ വിവാഹം 2026 വേർപെടുത്തുന്നത്, 2000 ഇവർ വിവാഹം കഴിച്ചപ്പോൾ എന്തായിരുന്നു ഇവരുടെ അവസ്ഥ? അന്ന് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? മാനസിക രോഗം ഉണ്ടായിരുന്നോ? ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ? ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ എത്തിച്ചേരാൻ എന്തെങ്കിലും കാരണം അന്നേ ഉണ്ടായിരുന്നു എന്നാണ് നോക്കുന്നത്. എന്നിട്ട് അവസാനം കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും 2000 നടന്ന വിവാഹം അസാധുവായിരുന്നു എന്നാണ്. അതാണ് അനൽമെന്റ്, നള്ളിറ്റി, അസാധു എന്ന് പറയുന്നത്. അതാണ് ഇതെന്നുള്ള വ്യത്യാസം. ഒരു ചോദ്യം, ഇപ്പോൾ ഒരു ഹിന്ദുവിനെ വിവാഹം ചെയ്ത വ്യക്തി പള്ളിയിൽ വരികയും കുമ്പസാരം നടത്തുകയും
പിന്നെ അമ്പലത്തിൽ പോയി ആ പൂജയിൽ പങ്കെടുത്താൽ അവരുടെ കാര്യം എങ്ങനെയാണ്? ഇപ്പോ നമ്മൾ ഈ ഒരു ഹൈന്ദവ വിശ്വാസി വിവാഹം കഴിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ 3 കണ്ടീഷൻസ് എഴുതിയിട്ടാണ് അവർക്ക് ഈ സമ്മതം അരമന സമ്മതം കൊടുക്കുന്നത്. അതായത് ഈ വ്യക്തി വിശ്വാസത്തിൽ നിലനിൽക്കും, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കും, ഒരു ഹിന്ദുവാണ് ഭർത്താവെങ്കിൽ പോലും ഒക്കെ ഒരു ഉത്സവത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവിനോട് അമ്പലത്തിൽ പോകുന്നു, അത് വേറെ കാര്യം. പക്ഷേ ഞായറാഴ്ചയുടെ പള്ളിയിൽ വരികയും മറ്റു ദിവസങ്ങൾ അവിടെ പോയി എല്ലാ പ്രാർത്ഥനകളിലും പൂജകളിലും എല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്നത് ഒന്നാം കൽപ്പനയ്ക്കെതിരാണ്. ഭർത്താവ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ പോകുന്നു, ഞാൻ ഭർത്താവിനോടെ കൊണ്ടുചെല്ലുന്നു, ഭർത്താവ് ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഞാനും കൂടെ ഇരിക്കുന്നു, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ പകുതി ഇവിടെ ഞാൻ കുർബാന സ്വീകരിക്കുകയും അവിടുത്തെ എല്ലാ കർമ്മങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുകയും രണ്ടും ഒരുപോലെ കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് ഒന്നാം പ്രമാണത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. വിവാഹ ബന്ധങ്ങളിൽ കാര്യങ്ങൾ തുറന്നു പറയാതെ ഇരുന്നാലേ എന്തെങ്കിലും അതിനകത്ത് ചതി സംഭവിച്ചാൽ എന്താണ് ചെയ്യുക? ഓക്കെ, ഇപ്പൊ വിവാഹ ബന്ധത്തില് എന്തൊക്കെ നമുക്ക് തുറന്നു പറയാം, എന്തൊക്കെ തുറന്നു പറയാൻ പാടില്ല എന്നുള്ളത് ഒരു വിഷയം ചോദിക്കാറുണ്ട്. അതായത് എന്താണ് തുറന്നു പറയേണ്ടത്? അപ്പൊ നമ്മൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന് തടസ്സമായിട്ട് നിൽക്കാവുന്ന എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തതാണ്, അല്ലെങ്കിൽ പുരുഷൻ പറയുകയാണ് എനിക്ക് ഇന്ന കാരണത്താൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, ഇത് ഗൗരവമായ തടസ്സങ്ങളാണ്. ഇത് ഒരുപക്ഷെ അറിഞ്ഞാൽ പിന്നീട് വിവാഹത്തിന് തകർച്ച ഉണ്ടായേക്കാം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ പ്രപ്പോസൽ ഒഴിഞ്ഞു പോയേക്കാം, അത് ശരിയാണ്. പക്ഷെ എങ്കിലും അത് പറയാതെ വിവാഹത്തിൽ വന്നാൽ അത് ചീറ്റിംഗ് ആയിട്ട് മാറും. പക്ഷെ ചില കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് വിവാഹത്തിന് മുമ്പ് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ കുടുംബജീവൻ തന്നെ തകർന്നു പോയെന്നിരിക്കാം. നമ്മൾ ആദ്യം കുടുംബജീവൻ തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, ചില ഒരു ഇമ്മോറൽ ലൈഫ് എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചില തെറ്റായ ലൈഫ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് വിവാഹത്തിന് മുമ്പ് ഒരു കുമ്പസാരത്തിൽ പറയുകയോ ഒരു കൗൺസിലിങ്ങിന് പോവുകയോ ചെയ്ത് അതിൽ നിന്നൊക്കെ നമ്മൾ പരിപൂർണമായിട്ട് കുമ്പസാരത്തിൽ പറഞ്ഞാൽ പിന്നെ അതോടെ അവസാനിച്ചല്ലോ. കുമ്പസാരത്തിൽ ഞാൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു, അത് എന്നതേക്കുമായി പൊറുക്കപ്പെട്ടു, മറക്കപ്പെട്ടു. അപ്പൊ അത് പിന്നീട് ജീവിതപങ്കാളിൽ പറയണമെന്നില്ല, കാരണം ഞാൻ കുമ്പസാരിച്ചു, അത് കഴിഞ്ഞു പോയി, ഇനി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് പുതിയ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോ പക്ഷേ വിവാഹത്തിന് തടസ്സമാകാവുന്ന ഗൗരവമായ ചില കാരണങ്ങൾ, അവരിൽ തന്നെയുള്ള ഗൗരവമായ കാരണങ്ങൾ, അത് പറയാനുള്ള കടമ ഒളിച്ചു വെച്ചാൽ അത് ചീറ്റിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. അടുത്തൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. വിവാഹബന്ധം വേർപെടുത്തിയ ആൾക്ക് മതാധ്യാപകനായി തുടരാം? ഓക്കെ, എനിക്കത് ഒരുപാട് ഒരു മതാധ്യാപകരാണ്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ ചോദ്യം. ഇതൊരു ഇപ്പം അതായത് നമ്മൾ ഒരു മതാധ്യാപകനായിട്ട് അധ്യാപികയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഒരു മോറൽ ലൈഫ്, കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മിക ജീവിതം, കാരണം നമ്മൾ ജീവിതത്തിലൂടെ സംസാരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വിവാഹബന്ധം വേർപെട്ട ഒരു വ്യക്തി, ഇപ്പൊ ഒരു സ്ത്രീ ടീച്ചർ കാരിസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ടീച്ചറിന് ഒരു 3 പെൺമക്കളുണ്ട്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, എന്നിട്ട് അവർക്ക് വിവാഹം വേർപെടുത്തേണ്ടി വന്നു. ആ ടീച്ചർ ഇന്നസെന്റ് ആണ്, അത് നമ്മൾ പറയും ഇന്നസെന്റ് പാർട്ട്ണർ എന്നാ പറയുന്നത്. ആ ടീച്ചർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പാവം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നു, പക്ഷെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, വിവാഹം വേർപെടുകയും ചെയ്തു, ഡിവോഴ്സ്ഡ് ആയി. പക്ഷേ ആ ടീച്ചർ ഒറ്റയ്ക്ക് ജീവിക്കുന്നിടത്തോളം കാലം, വേറെ ഭർത്താവൊന്നും ഇല്ല, അല്ലെങ്കിൽ വേറെ സഭയിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ ടീച്ചറിന് വിവാഹം കാരിസം പഠിപ്പിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. ഇനി ഈ ടീച്ചർ തന്നെ ഉടനെ തന്നെ വേറെ ഒരു പുരുഷനുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നു, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നീട് അവർ കാരിസം പഠിപ്പിക്കുന്നത് ശരിയായിരിക്കില്ല. കാരണം കൗടാശികമല്ലാത്തൊരു വിവാഹബന്ധം ജീവിക്കാൻ ആരംഭിച്ചത് കൊണ്ട് കുർബാന സ്വീകരിക്കാനും പറ്റില്ല, കാരിസം പഠിപ്പിക്കാനും പറ്റില്ല. ആദ്യത്തെ കേസിൽ വിവാഹം വേർപെട്ടു, പക്ഷെ വേറെ വിവാഹം കഴിച്ചിട്ടില്ല, അപ്പൊ കുർബാന സ്വീകരിക്കാം, കാരിസം പഠിപ്പിക്കാം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള സർക്കുലറുകൾ രൂപതകളിൽ നിന്ന് പ്രത്യേകിച്ച് ലാറ്റിൻ സഭയിൽ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്കറിയാലോ, പ്രധാനമായിട്ട് സഭയുടെ കാനോൻ നിയമമാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പിന്നെ ഓരോ രൂപതയ്ക്കും രൂപതാ നിയമാവലിയുണ്ട്, അത് അരമനച്ചത് ചോദിച്ചത് കിട്ടും. വരാപ്പുഴയുടെ വലിയൊരു അല്പം കട്ടി കൂടിയൊരു പുസ്തകമുണ്ട്, എല്ലാം വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതൊന്ന് കിട്ടിയാൽ നല്ലതാണ്. കൊല്ലം രൂപതയ്ക്കുണ്ട്, വിജയപുരം രൂപതയ്ക്കുണ്ട്, മറ്റെല്ലാ കൊച്ചി, കോട്ടപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, പിന്നെ എല്ലാ രൂപതകൾക്കും
പുനലൂർ, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര എല്ലാ രൂപതകൾക്കും രൂപത നിയമാവലിയുണ്ട്. ഈ നിയമാവലികളിൽ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം, വിവാഹം മാത്രമല്ല എല്ലാ കുദാശകളെ കുറിച്ചും മൃതസംസ്കാരങ്ങളെ കുറിച്ചും രൂപത എങ്ങനെയാണിത് നടപ്പാക്കുന്നത്, രൂപതയുടെ പോളിസി എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് രൂപതകൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്, അതായത് അന്യമതത്തിലേക്ക് മക്കളെ വിവാഹം നടത്തി കൊടുക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ എന്ത് പരിഹാരമാണ് നടത്തുന്നത്? മാതാപിതാക്കള് ശരിക്കും പറഞ്ഞാൽ വിഷമിച്ചു പോകുന്നൊരു സാഹചര്യമാണ് മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അതിനെന്ത് പരിഹാരമാണ്? ഓക്കെ, ഇത് ഞാനും പല പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള സാഹചര്യം പലപ്പോഴും പലരും നമുക്ക് പരിചയമുള്ളവരൊക്കെ വിളിക്കുക, വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? കാരണം പലരെ സംബന്ധിച്ചും മക്കൾ വിദേശത്ത് പോയി സന്തോഷമായിട്ട് പോകുന്നു, പെട്ടെന്നൊരു ഷോക്കാണ് ഒരു മറ്റു മതത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കണമെന്നുള്ള പ്രപ്പോസലുമായിട്ട് വരുമ്പോൾ നല്ല വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് അതൊരു ഷോക്കാണ്. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പിന്നീടത് അവരച്ഛന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് സഭ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, സഭയിൽ അതിനുള്ള മാർഗങ്ങളുണ്ടോ എന്നൊക്കെ കൺസൾട്ട് ചെയ്ത് ശരിയായ രീതി നടത്താറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ മാരേജ് ഇൻ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട്. ഇപ്പോ ഒരുപക്ഷെ അവർ മതം മാറാൻ താല്പര്യമില്ലെങ്കിലും മതം മാറുന്നത് നല്ലതാണ്, ഒരേ വിശ്വാസം ജീവിക്കുന്നതാണ് നല്ലത്. പക്ഷേ അല്ലെങ്കിൽ പോലും ദേവാലയത്തിൽ വെച്ച് വിവാഹം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട മാർഗം. വിവാഹത്തിന് ശേഷം പങ്കാളിക്ക് വിവാഹ പൂർവ്വബന്ധമുണ്ടായാൽ വിവാഹം അസാധുവാക്കാൻ പറ്റുമോ? അതായത് ഈ അതൊരു നമ്മുടെ വിശുദ്ധ സുവിശേഷം പറയുന്നുണ്ടല്ലോ, വ്യഭിചാരം പരസംഗം കൂടാതെ മറ്റ് കാരണത്താൽ വിവാഹബന്ധം ഏർപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ചരിത്രത്തിൽ വന്നപ്പോ പൗലോസ്ലീഹ അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ വിവാഹ തടസ്സങ്ങളിൽ, വിവാഹം അസാധുവാകുന്ന കാരണങ്ങളിൽ വ്യഭിചാരം പറഞ്ഞിട്ടില്ല. വിവാഹത്തിന് ശേഷം ചില ബന്ധങ്ങൾ ഉണ്ടായി, പക്ഷെ അത് നമ്മൾ പരിഹരിക്കേണ്ട രീതിയിൽ പരിഹരിക്കുക, ഏതെങ്കിലും രീതിയിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ അതിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന പരസ്പരം ക്ഷമിച്ചും പുറത്തും പരസ്പരം ഉൾക്കൊള്ളുന്ന ധാരാളം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് വിവാഹം വേർപെടുത്തണമെങ്കിൽ ഇപ്പം അങ്ങനെ അരമനെ കൊണ്ടുവരുന്ന കേസുകളുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ നോക്കുന്നത് ഇതെന്ന് തുടങ്ങി, വിവാഹത്തിന് മുമ്പേ ബന്ധമുണ്ടോ, അങ്ങനെ ഒരു ടെൻഡൻസി ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നോ, പുരുഷനുണ്ടായിരുന്നോ എന്നൊക്കെ നോക്കി അതിന് കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അത് വേർപെടുത്താൻ കാരണമായിട്ട് എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഉണ്ടായ ഒരു ബന്ധം, കാരണം ഇതില് പറയുന്നുണ്ടല്ലോ, ഒരു വിവാഹത്തിന് മുമ്പ് പൂർവ്വബന്ധം ഉണ്ടായത് ബന്ധം, ഒരുപക്ഷെ അത് വെച്ചിട്ട് അവിശ്വസ്തതയുടെ പേരിൽ വിവാഹം ഒരു ഗ്രൗണ്ട് ഓഫ് നള്ളിറ്റി ആകാം. അത് അതിന്റെ ഗൗരവം നോക്കിയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് സമയം അധികമില്ല. ഇനി 2 ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ ചോദ്യം ഇതാണ്: കോടതിയിൽ നിന്നും വിവാഹമോചനം നേടുകയും അരമന കോടതിയിൽ വിവാഹമോചനം കിട്ടുന്നതിന് മുൻപ് മറ്റൊരു ക്രിസ്ത്യൻ വ്യക്തിയെ വിവാഹം കഴിച്ചാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഇപ്പോൾ മിക്കവാറും നമ്മുടെ അരമന കോടതിയിലെ കേസുകളെല്ലാം, കൊല്ലത്താണെങ്കിൽ, ഞാൻ കൊല്ലം രൂപതയാണ്, കൊല്ലത്ത് നിന്നാണെങ്കിൽ 100, 110, 120 കേസുകളാണ് ഒരു വർഷം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മിക്കതും സിവിൽ കോടതി വേർപെട്ടു, ഓൾറെഡി മറ്റൊരു വിവാഹം കഴിച്ചു, ചിലപ്പോൾ കത്തോലിക്കരായിരിക്കാം അല്ലെങ്കിൽ മറ്റ് മതസ്ഥരായിരിക്കാം. അപ്പൊ അവര് കൗദാശികമല്ലാത്തൊരു ബന്ധത്തിലായിരിക്കുന്നിടത്തോളം കാലം 2 പേർക്കും കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ എത്രയും വേഗം അവര് സഭയിൽ നിന്ന് വിവാഹത്തിന് അസാധുവാണെന്ന ഡിക്ലറേഷൻ വാങ്ങി, അപ്പൊ നമ്മൾ കഴിയുന്നതും വേഗം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അന്യമതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നത് മാമോദീസായും കുർബാനയും കുമ്പസാരവും സ്വീകരിക്കുന്നു, അവർ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നില്ലല്ലോ, അതോ അവർക്ക് മാമോദീസായുടെ ഒപ്പം സ്ഥൈര്യലേപനം കൊടുക്കാമോ? അത്രാനല്ലേ സ്ഥൈര്യലേപനം നൽകുന്നത്, വൈദികർക്ക് സ്ഥൈര്യലേപനം കൊടുക്കാമോ എന്നാണ് ആ ഒരു. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂദാശ സ്വീകരണത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ലത്തീൻ സഭയില് ജ്ഞാനസ്നാനം ആദ്യം സ്വീകരിക്കുന്നു, പിന്നെ കുമ്പസാരിക്കുന്നു, പിന്നെ കുർബാന, പിന്നെ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നു. പക്ഷെ പൗരസ്ത്യ സഭകളില്, സീറോ മലബാർ, സീറോ മലങ്കര സഭകളില് ജ്ഞാനസ്നാനത്തോടൊപ്പം തന്നെ അവിടെ നെറ്റിയിൽ തൈലാഭിഷേകം എന്ന് പറയുന്നത് സ്ഥൈര്യലേപനമാണ്. പിന്നെ കുർബാനയുടെ ചെറിയൊരു അംശവും കൊടുക്കാറുണ്ട്. അപ്പൊ പൗരസ്ത്യ സഭകളിൽ, സീറോ മലബാർ, സീറോ മലങ്കര, യാക്കോബായ, ഓർത്തഡോക്സ് സഭകളിലൊക്കെ
3 കൂദാശകളാണ് ഒരുമിച്ച് കൊടുക്കുക: ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, കുർബാന. അപ്പൊ അതുകൊണ്ട് അവര് വിവാഹം കഴിക്കാൻ വരുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ നമ്മൾ പറയും. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് ഇവര് 3 കൂദാശകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഉറപ്പാക്കുകയും വേണം. അതാണ് ചെറിയൊരു വ്യത്യാസമായിട്ടുള്ളത്. പിന്നെ ആരാണെങ്കിലും വിവാഹം കഴിക്കാൻ വരുമ്പോൾ നമ്മൾ ഉറപ്പാക്കണം അവര് ഈ കൂദാശകൾ സ്വീകരിച്ചിട്ടുണ്ട്, സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം സ്ഥൈര്യലേപനം സ്വീകരിക്കാനായിട്ട് അവര് അവസ്ഥ ഒരുക്കേണ്ടതാണ്. ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചതിന് ശേഷം മരണപ്പെട്ടാൽ ക്രിസ്തീയ ആചാരപ്രകാരം സംസ്കാര ശുശ്രൂഷകൾ നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സഭയില് സഭാപരമായിട്ടാണ് വിവാഹം നടത്തിയിട്ടുള്ളതെങ്കിൽ പിന്നെ മാരേജ് ഇൻ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് സഭാപര വിവാഹം നടത്തും. പിന്നെ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരണത്തെ സംബന്ധിച്ച് വളരെ കരുണയോടുകൂടിയുള്ള ഒരു മനോഭാവം നമ്മൾ എടുക്കേണ്ടത്. അത് ആത്മഹത്യ ആകട്ടെ, മറ്റേതൊരു മരണമാണെങ്കിലും മരണസമയത്ത് പിന്നെ കഴിയുന്നിടത്തോളം അവരെ ഉൾക്കൊള്ളുകയും കർമ്മങ്ങള് ഒരു രൂപതയും പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അവസാനത്തെ 2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഇനി ചോദ്യങ്ങൾ അയക്കരുത്. പാരമ്പര്യമായി ഹിന്ദു വിശ്വാസികളായ മാതാപിതാക്കൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു, എന്നാൽ മക്കൾ 10ാം ക്ലാസ്സിലായിട്ടും മാമോദിസ സ്വീകരിച്ചിട്ടില്ല. കൂടാതെ അമ്പലങ്ങളിൽ പോവുകയും ഒപ്പം പള്ളിയിൽ വരുന്നു, മതബോധനത്തിലും പങ്കെടുക്കുന്നു. ഈ കുട്ടിക്ക് വായിക്കാൻ താല്പര്യം കാണിക്കുന്നു, എന്നാൽ അമ്പലത്തിലും പോകുന്നതിനാൽ അൾത്താരയിൽ കയറാൻ അനുവദിക്കാമോ? ഓക്കെ, അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് വളരെ ഒരു ലാക്സിറ്റി, അതായത് ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ നിസ്സംഗതയാണ് കാണുന്നത്. അതായത് മാതാപിതാക്കള് പിന്നെ കൂദാശകൾ സ്വീകരിച്ചു, എന്നാൽ മക്കള്, അതിന്റെ അർത്ഥം എന്താണ്? മക്കളുടെ കാര്യത്തിൽ അവർ യാതൊരു താല്പര്യം എടുത്തിട്ടില്ല എന്നുള്ളതല്ലേ? അപ്പോ തീർച്ചയായിട്ടും ഈ പള്ളിയിൽ വായിക്കുന്നത് ഒരു കാര്യം, പക്ഷേ പള്ളിയിൽ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അൾത്താരയിൽ കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ ഈ കൂദാശകൾ സ്വീകരിക്കുക? അപ്പൊ പള്ളിയിൽ വായിക്കുക എന്നുള്ളതല്ല നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതിനു മുൻപ് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടികളെ പിന്നെ നമ്മൾ സഭയിൽ വായിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഈ മക്കള് കൂദാശകൾ സ്വീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. കാറ്റഗിസം ടീച്ചർ ആയിരുന്ന ടീച്ചർ വേറൊരു സഭയിൽ കല്യാണം കഴിച്ചു. അവർ ഫാമിലി ആയി തിരിച്ചു ഇവിടെ താമസിക്കുകയും അവരുടെ കുട്ടി സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. ആ ടീച്ചർക്ക് ഇനിയും പഠിപ്പിക്കാമോ? ഈ വേറൊരു സഭയെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഓക്കെ. നമ്മളത് സഭയെന്ന് പറയുമ്പോൾ പല രീതിയിലാകാമല്ലോ. ഇപ്പോ ആ ടീച്ചർ സീറോ മലബാർ സഭയിലോ സീറോ മലങ്കര സഭയിലോ കല്യാണം കഴിച്ചതാണെങ്കിൽ ഒരു തടസ്സവുമില്ല. നമ്മളെല്ലാവരും കത്തോലിക വിശ്വാസികളാണ്. ഇനി സഭയുടെ അനുവാദത്തോടു കൂടി യാക്കോബായ സഭയിലോ ഓർത്തഡോക്സ് മാർത്തോമാ സഭയിലോ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും ടീച്ചറിന് തടസ്സമില്ല, കാരണം സഭ അനുവദിച്ചതാണ് മിശ്ര വിവാഹം. മൂന്നാമത്തേത്, സഭ അനുവദിക്കാതെ സഭയുടെ രീതികൾ ഒന്നും രീതിയിലല്ലാതെ ഒരു പെന്തക്കോസ്ത സഭയിലോ അല്ലെങ്കിൽ വേറെ ഓർത്തഡോക്സ് സഭയിൽ പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കാൻ പാടില്ല. കാരണം അത് സഭയുടെ രീതിയിലല്ല ആ ടീച്ചർ വിവാഹം നടത്തിയിരിക്കുന്നത്. അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. മതബോധന അധ്യാപകര് അവർക്ക് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമായതുകൊണ്ട് കൂടി ലാസ്റ്റ് ചോദ്യം ഇതുകൂടി പറയുകയാണ്. കാറ്റഗിസം ടീച്ചറായിരിക്കെ വീട്ടുകാരെ വിട്ട് ഒരുമിച്ച് ജീവിക്കുകയും പിന്നീട് പള്ളിയിൽ വിവാഹം കഴിക്കുകയും ചെയ്തിട്ട് പിന്നെ കാറ്റഗിസം പഠിപ്പിക്കാൻ സാധിക്കും? മാതാപിതാക്കളെ വിട്ട് താമസിക്കുന്നു. അതെ, കാറ്റഗിസം ടീച്ചറായിരിക്കെ വീട്ടുകാരെ വിട്ട് ഒളിച്ചോടിപ്പോയെന്ന് വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ നാട്ടുഭാഷയിൽ പറയാം. ജീവിക്കുകയും പിന്നീട് തിരിച്ചു വന്നു വിവാഹം കഴിക്കുകയും അനുരഞ്ജനപ്പെട്ടു അന്ന് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ കാറ്റഗിസം പഠിപ്പിക്കാൻ സാധിക്കുമോ? ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ ജനം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അല്ലല്ലോ. കാരണം അതുകൊണ്ട് അതൊരു ഉതപ്പ് പോലെ ആയി തീരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതില് നമുക്ക് നമ്മളതൊരു പിന്നെ ഓരോ വ്യക്തികളുടെ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു സമയത്ത് ഒളിച്ചോടി പോയെന്ന് വയ്ക്കുക, പക്ഷെ പിന്നീട് ഇപ്പൊ നമുക്കറിയാലോ എത്രയോ പേര് പിന്നീട് ധ്യാനം കൂടി വലിയ സുവിശേഷ പ്രസംഗകരാകുന്നു. അവർ തന്നെ പറയുന്നു, ഞാൻ ഇങ്ങനെ പോയതാണ്, ഞാൻ ഇന്ന് ദുഃഖിക്കുന്നു, ഞാൻ തിരിച്ചു വന്നു, ഞാനിപ്പോ വചനം ജീവിക്കുന്നു. അപ്പോൾ പരിപൂർണമായിട്ട് മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വന്ന് ഇപ്പോൾ ഒരു പ്രേക്ഷിതയാക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ
എന്തുകൊണ്ട് നമുക്ക് അവരെ അനുവദിച്ചു? അപ്പൊ എന്താണ് അവരുടെ സാഹചര്യം? ഒളിച്ചോടി പോയി, പിന്നീട് തെറ്റ് മനസ്സിലാക്കി തിരികെ വന്ന് മനസാന്തരപ്പെട്ട് പിന്നീട് ഒരു പ്രേക്ഷിത പ്രവർത്തനം പല പ്രേക്ഷിത പ്രവർത്തകർ അങ്ങനെ തന്നെ ഉറക്കെ പ്രഖ്യാപിക്കാറുണ്ടല്ലോ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ. അപ്പോ അങ്ങനെ സെന്റ് അഗസ്റ്റിൻ ഉദാഹരണമാണ്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്, അതനുസരിച്ച് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അവര് പരിപൂർണമായിട്ടും മനസ്സാന്തരപ്പെട്ട് നല്ല ജീവിതം നയിച്ച് നല്ലൊരു പ്രേക്ഷിതയായി ജീവിക്കാൻ സാഹചര്യത്തിലാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അനുവദിച്ചുകൂടാ? അച്ഛാ വളരെ നന്നായി. അച്ഛൻ എല്ലാ ചോദ്യങ്ങൾക്കും അച്ഛൻ വളരെ വിശദമായിട്ടുള്ള നല്ല പ്രതികരണമാണ് അച്ഛൻ നൽകിയത്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ മതാധ്യാപകർ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതാധ്യാപകർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട് ഒരുപാട് തവണ. അപ്പോ അച്ഛന്റെ ഈ വിശദീകരണങ്ങൾ ഒരുപാട് പ്രയോജനം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒത്തിരി സന്തോഷവും KRCBCയുടെ പേരിൽ പ്രത്യേക അച്ഛനെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് അച്ഛനെ നന്ദി അർപ്പിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട വിശ്വാസ പരിശീലന കമ്മീഷൻ മെമ്പർ ശ്രീ ഇഗ്നേഷ്യസ് ലയോള സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനമുള്ള ഷാജി ജർമ്മനച്ച, KRCBC വിശ്വാസ പരിശീലന കമ്മീഷൻ സെക്രട്ടറി മാത്യു അച്ച, ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും, നമുക്കറിയാം വിവാഹബന്ധത്തെ കുറിച്ചെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഷാജി ജർമ്മനച്ചൻ സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും വൈദ്യ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ്. അപ്പോൾ അവിടുത്തെ വൈസ് റെക്ടറും കൂടെയാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ മാത്യച്ചൻ പറഞ്ഞതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും വിശദവുമായി മറുപടി നൽകിക്കൊണ്ട് നമ്മളുടെ സംശയങ്ങൾ ദൂരീകരിച്ച അച്ഛന് എല്ലാവരുടെയും നാമധേയത്തില് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ മാത്യു അച്ഛനെ അഭിനന്ദിക്കുകയാണ്. ഇത്രയും വലിയൊരു സംരംഭമാണ്. എനിക്ക് 420-25 പേര് ജോയിൻ ചെയ്ത് ഞാൻ കണ്ടു. ഇത്രയും പേര് ഒരുമിച്ച്, എനിക്കൊന്ന് ഈ ജനബാഹുല്യം കാരണമായിരിക്കണം എനിക്കൊരു അകത്തോട്ട് കയറാൻ പറ്റാഞ്ഞത്. എനിക്കങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയും ക്ലാസ്സിൽ പക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത്രയും ജനബാഹുല്യം കാരണമായിരിക്കണം. ഞാൻ അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ സംരംഭം ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.